പേഴ്സണൽ അഭിപ്രായമുള്ള ഞാൻ ഒത്തിരി വ്യക്തിഹത്യക്ക് ഇരയായ ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, വൈ ആർ ദേ ഹെയ്റ്റിംഗ് മീ? ഇത് എൻ്റെ അഭിനയത്തിനല്ല കുറ്റം പറയുന്നത്. ശരി, മൈ ആക്ടിങ്, ഓക്കെ, അതെടുക്കും ഞാൻ. എൻ്റെ കരിയറിലെ ഫസ്റ്റ് 2 ഫിലിംസ് കഴിഞ്ഞാൽ 3ാമത് സിനിമ കിട്ടുന്നത് തന്നെ എനിക്കൊരു വലിയ കാര്യമാണ്. സത്യങ്ങൾ എത്ര തുറന്ന് പറഞ്ഞാലും ബട്ട് ഇഫ് ദ വെരി ഡിസ്ട്രാക്ട്, അല്ലെങ്കിൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ഇവൻ എന്തായി കാണിക്കാൻ പോകുന്നത് എന്ന് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ഒരുമിച്ച് അഭിനയിച്ചതിൻ്റെ മാത്രം ഒരു മനുഷ്യ സ്നേഹം അവിടെ കാണിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സ്ട്രെസ് എടുക്കുന്ന ഒരാൾ എന്തിനാ ഈ സ്ട്രെസ് എടുക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം 2 വർഷം കഴിഞ്ഞ് മാറത്തില്ല. അതിനെപ്പറ്റി ട്രൂത്ത് നിൽക്കേണ്ടടുത്ത് പൊളിറ്റിക്സ് ആണോ കൊണ്ടുവരുന്നത്? എന്തോ എല്ലാവരും സ്നേഹത്തിലിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിലും സംടൈംസ് തിങ്സ് ഹാപ്പൻ. താങ്കളുടെ വാക്കുകളിൽ നിന്നും താങ്കളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ അറിയാം താങ്കളുടെ ഒരു വേദന ഞാൻ ഉള്ളിൽ കണ്ടുകൊണ്ട് തന്നെ അയക്കുന്ന ചോദ്യം സത്യമാണ്. അമ്മയെന്ന് പറഞ്ഞപ്പോൾ ആ വികാരം ഞാൻ ശരിക്കും കണ്ടു. I don't know what else to say about that. അമ്മയുടെ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വണ്ടിയുമായിട്ടൊരു സംഭവം ഉണ്ടായപ്പം ഒത്തിരി വേദന. എനിക്ക് അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കാൻ താല്പര്യമില്ല റിലേറ്റഡ് ടു ദി ഇഷ്യൂ, ബിക്കോസ് ഈവൻ ദ പേഴ്സൺ ഇൻവോൾവ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് എടുത്ത് പറയുന്നില്ല, എനിക്കും വളരെ സ്നേഹമുള്ള, ഞാൻ മാമൻ എന്ന് വിളിക്കുന്ന ആൾക്കാരാണ് ഇതിൽ. ആ കോൺവെർസേഷന് ശേഷം നടന്ന 6 മാസത്തിലാണ് അവർ രണ്ടുപേരും ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഇൻവോൾവ് ആയ ആൾക്കാരാണ്. ഓരോ ദിവസവും നല്ലോണം അവരുടെ സർവീസ് മര്യാദയ്ക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സിനെയും കാണുന്ന ആളാണ് ഞാൻ. ഇതേപോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ I'm not in a position to criticize or say anything about his life. അച്ഛൻ്റെ പേര് കൊണ്ട്, ലൈക്ക് ഐ സെഡ്, ഇൻഡസ്ട്രിയിൽ ആക്സസ് കിട്ടി. He won't make a single phone call from me. അച്ഛൻ അതിനൊരു കോൾ ചെയ്യുമോ എന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് കള്ളത്തരം. ഇതിൽ വർക്ക് ചെയ്ത വേറെ ആർട്ടിസ്റ്റിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഇട്ട വേറെ കുറേ ആൾക്കാരുണ്ട്. ഇത് അവരുടെയും കൂടെ സിനിമയാണ്. ഷൈൻ ചേട്ടനിപ്പോൾ whatever his personal life carries, that's his business. ഞാനോ അല്ലെ വേറൊരാളോ അതിനെപ്പറ്റി അഭിപ്രായം പറയാനോ വേറൊരാളെ ദ്രോഹിക്കുന്നില്ല. I don't care about correcting 100 people's opinion about me. I know how I'm living. അവർക്കറിയാവോ? ഇല്ല. ആ ബൈക്ക് സ്കൂട്ടറിന് സ്പീഡ് ചെയ്തതിൻ്റെ കാര്യം അവർക്കറിയോ? ഇല്ല. ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അത്രയും അറിയുള്ളൂ. ഒരാളുടെ അഭിപ്രായം അറിയുക, ഇൻ്റർവ്യൂറിന് അറിയേണ്ട കാര്യങ്ങൾ, പ്രേക്ഷകരിലോട്ട് പകർത്തേണ്ട കാര്യങ്ങൾ അറിയിക്കുക. പിന്നെ തെളിഞ്ഞു കഴിഞ്ഞ് ഇതേ ആൾക്കാർ തന്നെ സോറി കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മറക്കുകയും ചെയ്യും. നമസ്കാരം. ഒരു പുതിയ സിനിമ റിലീസാണ് മെയ് 8-ാം തീയതി. ആ സിനിമയിലെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട പ്രിയ താരം മറ്റാരുമല്ല, സുരേഷ് ചേട്ടൻ്റെ മോൻ മാധവ് സുരേഷ്. നമസ്കാരം. നമസ്കാരം. അംഗമുണ്ട്, അട്ടഹാസമുണ്ട്. ഞാൻ എൻ്റെ ട്രെയിലർ കണ്ടിരുന്നു. ആ ട്രെയിലറിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ട്രിവാൻഡ്രത്ത് ജീവിച്ച ഒരാളാണ് അല്ലേ? ട്രിവാൻഡ്രത്ത് ജീവിച്ച ഒരാളാണ്. അതെ. ട്രിവാൻഡ്രത്ത് സിനിമ ജീവിതത്തിലൂടെ വന്ന് അവിടുത്തെ എല്ലാ സിറ്റുവേഷനും അറിയാവുന്ന, അച്ഛനൂടെ അറിയാവുന്ന ഒരാൾ ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നതും അവിടെയുള്ള കുറേ പകയാണ്. പകയുടെ കഥ പറയുന്നു എന്നാണ് എനിക്ക് അറിയാൻ കിട്ടിയത്. ആ സിനിമയിലേക്ക് എത്തുമ്പോൾ നമുക്കുണ്ടായിരുന്നൊരു വികാരം എന്തായിരുന്നു? As in based off of the character or me the individual? കരിയറിൽ ഞാനും ട്രിവാൻഡ്രത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. സോ ഇപ്പോൾ 2 രീതി നോക്കിയാൽ, ആസ് എൻ ആക്ടർ ടു ഡു എ ക്യാരക്ടർ ലൈക്ക് ദിസ് ബേസ്ഡ് ഇൻ ട്രിവാൻഡ്രം. ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ബേസിക്കലി ഗുണ്ട കഥ തന്നെയാണ്. അതായത് അവിടുത്തെ ഗുണ്ടകളുടെ കഥയാണ് ഇതിൻ്റെ ഒരു, ഹൗ കെൻ യു സേ ദിസ്, ലൈക്ക് ദി ഔട്ട്ലൈൻ ഓഫ് ദ മൂവി. അതിൽ ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, സാധാരണ ഒരു ജീവിതം ജീവിക്കുന്ന ഒരു ക്യാരക്ടർ എങ്ങനെ ഇതിൽ ഇൻവോൾവ് ആവുന്നു, എങ്ങനെ ഒരു സ്റ്റേജ് വരെ എത്തുന്നു, ആൻഡ് ഹൗ കെൻ ഐ സേ ദിസ്, ഇറ്റ്സ് എൻ ആക്ഷൻ ത്രില്ലർ. പിന്നെ ഒരു പരിധി കൂടുതലുള്ള സിനിമയെ പറ്റി ഡീറ്റെയിലിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറയുന്ന കഥയിലേക്ക് പോകും. ഇറ്റ്സ് ബേസ്ഡ് ഇൻ ട്രിവാൻഡ്രം. അപ്പോൾ ഒരു ട്രിവാൻഡ്രംകാരനായി എനിക്കത് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. സോ ഐ റിയലി എൻജോയ്ഡ് വർക്കിംഗ് ഇൻ ദിസ് ഫിലിം. എനിക്കൊന്ന് ആ സിനിമയിലെ ട്രെയിലർ കണ്ടപ്പം നല്ല ആക്ഷൻസാണ്. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിക്കുള്ള ആക്ഷൻസ് വരുന്നു. നല്ല ആക്ഷൻ മാസ്റ്റർമാർ അല്ലേ? അതാണ് ആ സിനിമയിലെ ആക്ഷൻ. 4 മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് വെക്കണം. ആ ഒരു ഭാഗ്യം ഉണ്ടാകുന്നത് വലുതാണ് അല്ലേ? അവരൊക്കെ എത്രയോ പേരുടെ കൂടെ ആക്ഷൻ ചെയ്ത ആളുകളാണ്. അതിനോടൊപ്പം മാധവ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാന മുഹൂർത്തം ഉണ്ടായിരുന്നു. അതെങ്ങനെ കാണുന്നു? ഇപ്പോൾ I've always enjoyed, ഇപ്പോൾ അച്ഛൻ്റെ സിനിമയാണെങ്കിലും I've enjoyed action films. എനിക്ക് കോമഡി ഫിലിംസും ഏറ്റവും ഇഷ്ടമുള്ളതാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒരു ആക്ടറായി കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ചെയ്യാൻ താല്പര്യം തോന്നിയിട്ടുള്ളത് ഇസ് എൻ ആക്ഷൻ ഫിലിം. അപ്പോൾ ഐ ഗോട്ട് എ ചാൻസ് ടു ഡു സംതിങ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ അതിന് ഒരുപാട് നന്ദി. സുഹൃത്താരനായാലും അനിലേട്ടനാണെങ്കിലും, അതിപ്പോൾ അതിൻ്റെ റിലീസിൻ്റെ ഭാഗത്തോട്ട് എത്തിയപ്പോഴത്തേക്കും ഗോകുലം ആണെങ്കിലും, ലൈക്ക് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദം. ഡ്രീം ബിഗ് ഫിലിംസ് ഇസ് വെൽ. ബട്ട് ഹൗ കെൻ ഐ സേ ദിസ്, ഇത്രയും മാസ്റ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുക, അവരിത്രയും ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് എൻ എക്സ്പീരിയൻസ് വിത്ത്
they have multiple experiences with so many big artists. അത് കഴിഞ്ഞ് അവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഇനി ഞാൻ 10 കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു കാര്യത്തിന് ഒരു കോംപ്ലിമെന്റ് പറഞ്ഞാലും ഇറ്റ്സ് ഡെഫിനറ്റ്ലി സംതിങ് ദാറ്റ്സ് ബിഗ് ഫോർ മീ ബിക്കോസ് ഐ എം സ്റ്റാർട്ടിങ് ഔട്ട് ഇൻ മൈ കരിയർ. എൻ്റെ 3ാമത്തെ സിനിമയാണിത്. സോ ഐ എം ലേണിംഗ് ആൻഡ് എന്താ പറയുക, ലൈക്ക് it was really nice. ഞാൻ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഫിലിമാണ്. ലൈക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ട്രൂലി എൻജോയ്ഡ് മൈസെൽഫ്. എനിക്ക് എൻ്റെ ഫസ്റ്റ് 2 ഫിലിംസും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് പോലായിരുന്നു കൂടുതൽ. ഇതിൽ ഐ ഫെൽ ലൈക്ക് ഐ കുഡ് ഇംപ്ലിമെൻറ്റ് സംതിങ് ദാറ്റ് ഐ ലേൺ. ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് കുറച്ചെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ പോലെ തോന്നി. ആൻഡ് സുജിത്തേട്ടൻ ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ് ആസ് എ ഡയറക്ടർ. ഇപ്പോൾ എന്നെ പോലെ ഒരു പുതിയ ആക്ടറിനെ കൊണ്ട് എന്തെങ്കിലും ഇപ്പോൾ അതിൽ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഡെഫിനറ്റ്ലി the credit goes to him. A lot of it goes to him because he put a lot of effort into this film as a collective and also in me as an actor. എനിക്ക് തോന്നുന്നു അത് പ്രേക്ഷകർ തന്നെ വിധി എഴുതേണ്ടതാണ്. പ്രേക്ഷകർ വിധി എഴുതേണ്ടതാണ്. പിന്നെ ഞാൻ കുറച്ച് ഡൈവേർട്ട് ആയി പോയി ടോപ്പിക് ചെയ്യുന്നത്. ആക്ഷൻ ഫിലിമാണ് അതിൻ്റെ മാസ്റ്റേഴ്സിൻ്റെ കാര്യം. ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ഈ 3 ഫിലിമിലും ഒരു മാസ്റ്ററായിട്ട് ഞാൻ എല്ലാ ഫിലിമിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഫീനിക്സ് പ്രഭു മാസ്റ്റർ. സോ എനിക്ക് എൻ്റെ എല്ലാ സിനിമയിലും അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാ സിനിമയിലും ആക്ഷൻ കാണണമെന്നില്ല. സോ ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. അതല്ലാതെ അഷ്റഫ് ഗുരുക്കൾ മാസ്റ്റർ, റോബിൻ മാസ്റ്റർ ഉണ്ട്, റോബിൻ ടോം, അനിൽ ബ്ലേസ് മാസ്റ്റർ. ഇപ്പം ഇവർ 4 പേരുമാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് ആക്ഷൻ സീക്വൻസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് മാത്രമല്ലായിരുന്നു ഇതിൽ ആക്ഷൻ സീക്വൻസ്. അല്ല എനിക്ക് തോന്നുന്നു സൈജു കുറുപ്പ്, ഷൈൻ ടോം ചാക്ക, അവരുമായിട്ടുള്ളൊരു കോമ്പോ. ഷൈൻ ടോം ചാക്കനൊക്കെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അറിയാം, അദ്ദേഹത്തിൻ്റെ സെറ്റിലുള്ള രീതികൾ അറിയാം. പക്ഷേ ആക്ഷൻ പറഞ്ഞാൽ എവിടെ പോയി നിന്നാലും ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരിക്കുന്ന ഒരാളാണെന്ന് എല്ലാവരും പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് കംപ്ലയിൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. സൈജു കുറുപ്പ് നമുക്കറിയാം, ഏറ്റവും ഇഷ്ടമുള്ള, എല്ലാ കുടുംബ പ്രേക്ഷകർക്കും ഇഷ്ടമുള്ള ഒരു നടൻ. ഇവർ 2 പേരുടെയും കൂടെയാണ് അഭിനയിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതല്ലാതെ എനിക്ക് പറയാനാണെങ്കിൽ എനിക്ക് മക്ബൂലക്കയുടെ കാര്യം പറയാം. മക്ബൂലുണ്ട്, എനിക്ക് നന്ദു അങ്കിൾ, അലൻ സിറാട്ടൻ, ഇവരെല്ലാവരെയും പറ്റി എനിക്ക് പറയാം. സോ ജസ്റ്റ് സ്പീക്കിംഗ് അബൌട്ട് ഷൈൻ ചേട്ടൻ ഫസ്റ്റ്. ഷൈൻ ചേട്ടൻ ഇപ്പോൾ whatever his personal life carries, that's his business. ഞാനോ അല്ലെ വേറൊരാളോ അതിനെപ്പറ്റി അഭിപ്രായം പറയാനോ വേറൊരാളെ ദ്രോഹിക്കുന്നില്ല. സോ യു കനോട്ട് ലൈക്ക് I'm not in a position to criticize or say anything about his life. As an actor, ഞാൻ ഈ തൊഴിലും ചെയ്യുന്ന ഒരാളാണ്. I'm at least starting out. ഞാൻ നോക്കുമ്പോഴത്തേക്കും ആസ് എ പെർഫോമർ ഇൻ എവറി സിംഗിൾ സെറ്റ് ദാറ്റ് ഈസ് വർക്ക്ഡ് ഇൻ, ഹീസ് സീൻ ഇൻ ഹൈ റിഗാർഡ്. ഒരുപാട് നല്ല അഭിപ്രായം കിട്ടുന്ന ഒരു ആക്ടറാണ്. ജോലി സമയത്തിന് വന്ന് കറക്റ്റായിട്ട് ഒരു ഡയറക്ടറിന് ബുദ്ധിമുട്ട് കൊടുക്കാതെ ചെയ്തിട്ട് പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഷൈൻ ചേട്ടൻ. ഐ ഹാവ് റെസ്പെക്ട് ഫ്രം ഇൻ ദാറ്റ് സെൻസ്. എൻ്റെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ആക്ടറാണ് ഷൈൻ ചേട്ടൻ. സോ ഞാൻ ഇതിന് മുന്നേ ഇത് പറഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് എനിക്കൊന്ന് അച്ഛനോട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു സംഭവം ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. ഷൈൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അച്ഛനാണ് എന്നെ ഫോണിൽ വിളിക്കുന്നത്. അച്ഛൻ വിളിച്ചിട്ട് അപ്പം പെങ്ങന്മാർ പുറത്താണ്, അവർക്ക് വരാനുള്ളൊരു പ്രശ്നമുണ്ടായി. ഉടനെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്പോർട്ടും ഡീറ്റെയിൽസും ഉടനെ അയക്കണം, അവരെ വരുത്തണം. അത് അത്രമാത്രം സ്നേഹത്തോടെ അച്ഛൻ എന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴാണ്, ആക്സിഡൻ്റ് ആയ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അച്ഛൻ എന്നെ വിളിക്കുകയാണ്. അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർ നമുക്ക് വരുത്തണം. അപ്പോൾ അവിടെ ഓക്കെ ആയി. അപ്പോൾ അത്രമാത്രം അച്ഛൻ അതിനകത്ത് ഇൻവോൾവ് ആയ ഒരാളാണ് കേട്ടോ. അത് എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അച്ഛൻ എന്നെ വിളിച്ച് പറയുകയും അച്ഛൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് അതിൻ്റെ അടുത്ത് ഫോൺ കൊടുക്കാൻ പറയുകയും ആ ഫോൺ കൊടുക്കുകയും അച്ഛനും ആയിട്ട് ഷൈൻ സംസാരിക്കുന്നതൊക്കെ എൻ്റെ മുന്നിൽ ഇപ്പോഴുണ്ട്. അത്രയും ഹെൽപ്പ് അന്ന് സുരേഷ് ചേട്ടൻ ചെയ്ത ഒരാളാണ്. ഞാൻ ഒരിക്കലും അത് മറക്കില്ല. എൻ്റെ ഫോണിലാണ് വിളിച്ചത്. അപ്പോൾ അത്ര ബന്ധമുണ്ട്. അവരൊരുമിച്ച് അഭിനയിച്ചതിൻ്റെ മാത്രം ഒരു മനുഷ്യ സ്നേഹം അവിടെ കാണിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ വുഡ് ഡു ദാറ്റ് ഹെൽപ്പ് ഫോർ എനി വൺ. പക്ഷേ അത്ര എക്സ്റ്റെൻറ്റിൽ അച്ഛൻ നിന്ന് ഇത്ര അറിഞ്ഞ് ചെയ്യണമെങ്കിൽ അത് ഷൈൻ ചാൻ എന്നൊരാളുടെ ക്യാരക്ടറിനും അതിനൊരു ലൈക്ക് ഇറ്റ് സ്പീക്സ് ഫോർ ഹിസ് ക്യാരക്ടർ ആസ് എ പേഴ്സൺ. ഷൈൻ ചാൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അതെ ഈസ് എ വണ്ടർഫുൾ. എനി വൺ ഹു നോസ് ഹിം ഇൻ റിയൽ ലൈഫ് ഇൻ പേഴ്സൺ നോസ് ലൈക്ക് ഹീസ് എ വണ്ടർഫുൾ പേഴ്സൺ. അത്ര എനിക്ക് പറയുള്ളൂ. ആൻഡ് സൈജു ചേട്ടൻ, അത് കഴിഞ്ഞ് പറഞ്ഞ സൈജു ചേട്ടൻ ഇപ്പോൾ ഹീസ് ഗോട്ട് എ സൂപ്പർ ഹിറ്റ് ഫിലിം മോഹിനിയാട്ടം. സോ ഐ എം വെരി ഹാപ്പി ഫ്രം. ഞാൻ ഒരുപാട് ഐവ് ഷെയർഡ് എ ലോട്ട് ഓഫ് ഹാപ്പിനെസ് ഇൻ ഹിസ് ഗ്രോത്ത്. ഞാൻ സൈജു ചേട്ടനെ ആദ്യം പരിചയപ്പെടുന്നത് മെഹമൂസയുടെ സെറ്റ്സിൽ വെച്ചാൽ അച്ഛനായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ. ഹീസ് വൺ ഓഫ് മൈ ഫസ്റ്റ് ഫ്രണ്ട്സ് ഐ കെൻ സേ ദാറ്റ് ഐ മെയ്ഡ് വിത്തിൻ ദി ഇൻഡസ്ട്രി. പ്രായവ്യത്യാസം അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 10+ ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഹീസ് എ ഫ്രണ്ട് ഐ കെൻ റിലൈ ഓൺ ഇൻ ദി ഇൻഡസ്ട്രി. സോ അദ്ദേഹമായിട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഇറ്റ്സ് ലൈക്ക് ഐ സെഡ്, ദിസ് മൂവി ഹാസ് ഗിവൻ മീ എ ലോട്ട് ഓഫ് ഹാപ്പി മെമ്മറീസ്. ഇപ്പം ഞാൻ എത്രയൊക്കെ ഈ സിനിമയുടെ റിസൾട്ടിലായിരിക്കില്ല, ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ വാസ് ഏബിൾ ടു വർക്ക് ഇൻ ദിസ് പ്രോജക്റ്റ്. എൻ്റെ കരിയറിലെ ഫസ്റ്റ് 2 ഫിലിംസ് കഴിഞ്ഞൊരു 3ാമത് സിനിമ കിട്ടുന്നത് തന്നെ എനിക്കൊരു വലിയ കാര്യമാണ്. നെക്സ്റ്റ് ഫിലിമും എനിക്കൊരു വലിയ കാര്യം തന്നെ ആയിരിക്കും. സോ അഭിനയം എന്നൊരു നമുക്കൊരു പ്രിയമാണ് അല്ലേ? അച്ഛനെ കണ്ടു വളർന്നു, ചേട്ടൻ അഭിനയിക്കുന്നു, സിനിമ ലോകത്തിൽ തന്നെ നിൽക്കുന്നു. അഭിനയം ഒരു പ്രിയമാണ്.
നമ്മുടെ അഭിനയം ഓരോ ദിവസവും കഴിയുമ്പോൾ നമ്മൾ പഠിക്കുകയാണ് അല്ലേ? മമ്മൂക്ക പറയാറുണ്ട്, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വരുന്ന കഥാപാത്രം നന്നാക്കാനാണ് ശ്രമിച്ചുകൊണ്ട്. അവർക്ക് എത്രയോ ആളുകളാണെന്ന് ആലോചിക്കണം. അതേ രീതിക്കാണ് നമ്മുടെ ഒരു യാത്രയും. പക്ഷേ നമ്മൾ ചെയ്തു വെച്ച സിനിമകളിൽ പല രീതിക്ക് പല പരാജയങ്ങൾ വരുന്നു, വിജയം വരുന്നു. ഇതിപ്പോൾ മൂന്നാമത്തെ സിനിമയിലെത്തുന്നു. നമ്മുടെ അഭിനയത്തെ കുറ്റം പറയുന്നവരുണ്ടാകാം, 100% ഉണ്ടാകും. പക്ഷേ അഭിനയത്തെ ആയിരിക്കാം പറയാം, വ്യക്തികളിലേക്ക് മാറാൻ പാടില്ല എന്ന് പേഴ്സണൽ അഭിപ്രായമുള്ള, ഞാൻ ഒത്തിരി വ്യക്തിഹത്യക്ക് ഇരയായ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം, നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ പറയല്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു പുതിയ ആക്ടറായിട്ട് എന്നെയും ഇപ്പോഴും കണ്ടിട്ടുള്ളത്. ഐ ക്യാൻ കോൾ മൈസെൽഫ് എൻ ആക്ടർ ആഫ്റ്റർ സീയിങ് ഈ സിനിമയുടെ ഡബിലുള്ള കട്ടിൽ. എനിക്ക് കുറച്ച് ഓക്കെ, ഐ ഫീൽ ലൈക്ക് ഐ ഹവ് ലേൺഡ് എ ലിറ്റിൽ ബിറ്റ് ആസ് എൻ ആക്ടർ. ആൻഡ് ഞാൻ ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നെ തന്നെ ഒരു ആക്ടറായിട്ട് കണ്ടിട്ടില്ല. സോ ഇഫ് അറ്റ് ദിസ് പോയിന്റ് ഐ എം സേയിങ് ദാറ്റ് ഓക്കെ, ഞാൻ അങ്ങനെ ഒരു ഗ്രോത്ത് തന്നെയാണ്, ലൈക്ക് ഇൻ ടേംസ് ഓഫ് എക്നോളജിങ് മൈസെൽഫ്. നൗ ആൾക്കാർ ഒരു ആളുടെ കരിയറിൽ എത്ര സാറ്റിസ്ഫൈഡ് അല്ല. സോ ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഹൗ ഡു വി മേക്ക് എ കരിയർ. പ്രേക്ഷകർ തിയേറ്ററിൽ പോയിട്ട് അവരുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊടുത്ത് സിനിമ കാണുമ്പോൾ അത് നമ്മുടെ കളക്ഷൻ കൂടുമ്പോൾ അടുത്ത സിനിമ കിട്ടും. ആ സിനിമ കളക്ഷൻ വന്നില്ലെങ്കിൽ അടുത്ത സിനിമ കിട്ടത്തില്ല. ദാറ്റ്സ് ദ ലൈഫ് ഓഫ് എൻ ആക്ടർ. അതെ. മോർ ദൻ എ ഡയറക്ടർ ഓർ എനി വൺ എൽസ്, എൻ ആക്ടർ ഇസ് ദ ഫേസ് ദാറ്റ് റെപ്രസെൻറ്റ്സ് എ മൂവി. അപ്പോൾ ആ ഫേസിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻ സച്ച് എ സിറ്റുവേഷൻ ആൾക്കാർ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യുന്നത് ആ ആക്ടറിൻ്റെ പെർഫോമൻസിനെ അല്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു 10-20% ആൾക്കാരെ കാണത്തുള്ളൂ. ഇവർ നേരെ ഇപ്പോൾ എൻ്റെ കേസിൽ പറയാനാണെങ്കിൽ എൻ്റെ അച്ഛൻ ആരാന്ന് നോക്കും, എൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നോക്കും. അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം സംഭവിക്കുന്ന പൊളിറ്റിക്കൽ വൈസ് ഓർ പൊളിറ്റിക്കലി ഇൻറ്റൻസ് ആയ ഒരു സമയത്ത്, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇലക്ഷൻ ടൈം അങ്ങനത്തെ വരുമ്പോഴത്തേക്കും നെഗറ്റീവ് ക്യാമ്പയിനിങ് ഇസ് വെരി കോമൺ അമംഗ് ഈച്ച് പാർട്ടി അഗൈൻസ്റ്റ് ഈച്ച് അതർ. സോ ഇങ്ങനത്തെ ഒരു സമയത്ത് ഈ ഹെയ്റ്റ് വരുന്നത് എൻ്റെ കരിയറിനെയോ എൻ്റെ അഭിനയത്തിനെയോ പറ്റി ആയിരിക്കില്ല. ഇറ്റ്സ് മോർ അബൌട്ട് ഇറ്റ്സ് ലൈക്ക് ദ ജസ്റ്റ് പ്രൊജക്ടിങ് സം അതർ ഹെയ്റ്റ് ഓൺ ടു ദിസ്. ഇതിൻ്റെ അവസരം കിട്ടിയപ്പോഴത്തേക്ക് ഇതിലോട്ട് അങ്ങ് പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഐ ഓൾവേസ് അപ്രീഷിയേറ്റഡ് ദ ക്രിറ്റിസിസം ദാറ്റ് ഐവ് ഗോട്ട് മോർ ദൻ ദ ലവ്. കാര്യം ദ ക്രിറ്റിസിസം ഓൾവേസ് മെയ്ഡ് മീ ബെറ്റർ. ദ ലവ് മെയ്ഡ് മീ സ്ട്രോങ്ങർ, ദ ക്രിറ്റിസിസം മെയ്ഡ് മീ ബെറ്റർ. സോ ഐ ഹവ് അപ്രീഷിയേറ്റഡ് ദാറ്റ്. പക്ഷേ ഈ ഹെയ്റ്റ് വരുന്നതിൽ എനിക്കിത് വായിച്ചിട്ട് ഓക്കെ, വൈ ആർ ദ ഹെയ്റ്റിംഗ് മീ? ഇത് എൻ്റെ അഭിനയത്തിനല്ല കുറ്റം പറയുന്നത്. ശരി, ഇഫ് ദേ ക്രിട്ടിസൈസ് മൈ ആക്ടിങ് ഓക്കെ, അതെടുക്കും ഞാൻ. ഇതെൻ്റെ അച്ഛൻ്റെ കാര്യം എന്തെങ്കിലും പറയും, വെറുതെ എൻ്റെ കുടുംബത്തിൽ കയറി തെറിവിളിക്കും. It doesn't make sense. Does it hurt me? No, it does not. It just makes me wonder what I'm working towards. ഞാൻ ഏത് എൻവയൺമെൻറ്റിൽ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്, അതിൽ ഞാൻ ട്രൂലി സാറ്റിസ്ഫൈഡ് ആണോ ആസ് എ ഹ്യൂമൻ ബീങ്? No, I'm not. And I don't think anyone who says they're truly satisfied in such an environment really is. They're just lying. ആൾക്കാർ തമ്മിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞ് വെറുതെ കളിയാക്കുന്നതിന് കൂടുതൽ കണ്ണ് കിട്ടുന്ന ഒരു സൊസൈറ്റി ആയിട്ട് മാറുമ്പോഴത്തേക്ക് no one's truly happy. They're just projecting their hate or their own problems onto other people. ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉള്ള അവസ്ഥയിൽ സാധാരണ എനിക്കൊക്കെ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആകാറുണ്ട്. മതം എങ്ങനെയാണ് എൻഗേജ്ഡ് ആകുക? ഇങ്ങനെ നമുക്കിങ്ങനെ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ Sometimes I respond to like some things വളരെ സെലക്റ്റീവ് ആയിട്ട്. ഇപ്പോൾ how can I say this? ഞാൻ ഇപ്പോൾ എന്തെങ്കിലും എടുത്ത് പറഞ്ഞാൽ I have to be very careful with my words. 100%. If I speak, I'll be in big trouble. But to be very frank, you can understand where the hate is coming from as well. Some point കളക്റ്റീവായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയാണ് വരുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞ സിനിമയെ ബേസ് ചെയ്താണോ, ഒരു സിനിമയെ ബേസ് ചെയ്താണോ, അതോ ഞാനെന്നൊരു ആക്ടറിനെ ബേസ് ചെയ്താണോ, എൻ്റെ അച്ഛനെ ബേസ് ചെയ്താണോ, ഇനി എൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ ബേസ് ചെയ്താണോ, ഇതൊക്കെ കുറച്ച് ഓബ്വിയസ് ആവില്ല എവിടെ നിന്നാണ് ഈ ഹെയ്റ്റ് വരുന്നതെന്ന്. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലാണ് ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയത് വിത്ത് ദ ക്രൗഡ് ഇൻ ജനറൽ. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പീപ്പിൾ ഹു ആക്ച്വലി ഹാവ് എ ലൈഫ് ആൻഡ് ദേ ഡു ദെയർ ഓൺ തിങ്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഇഫ് വി ആർ ബിസി വിത്ത് സംതിങ്, ഇഫ് വി ആർ ആക്ച്വലി ഡൂയിങ് സംതിങ് പ്രൊഡക്റ്റീവ്, നമ്മുടെ സ്വന്തം ഗ്രോത്തിനെ ഫോക്കസ് ചെയ്ത് ഇഫ് വി ആർ ലിവിങ് അവർ ലൈഫ്, വി വോണ്ട് ഹാവ് ടൈം ടു ഗോ റൂയിൻ അനദർ പേഴ്സൺസ് ഡേ. ലൈക്ക് അങ്ങനെ ശ്രമിക്കാൻ പോലും നമുക്ക് ടൈം കാണത്തില്ല. ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പോൾ എത്രത്തോളം അവരുടെ സ്വന്തം ലൈഫിൽ അവർ ഓക്യുപ്പൈഡ് ആണെന്നോ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഹാപ്പിനെസ് എത്രത്തോളം, ഹൗ ഹാപ്പി ദേ ആർ വിത്ത് ദംസെൽവ്സ്, ഇതൊക്കെ കുറച്ച് ഓബ്വിയസ് ആണ്. പക്ഷേ ദെയർസ് നോ ചേഞ്ചിങ് ദാറ്റ്. ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്താലും എന്നെ 10 പേര് വന്ന് കളിയാക്കുമ്പോൾ അത് കേട്ട് ചിരിക്കാൻ ചിലപ്പോൾ ഒരു നല്ല ആൾ കാണത്തേ ഉള്ളൂ. They're not going to try and correct these people as well. So നേരിടുക എന്ന് പറയുന്നത് ഐ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഇങ്ങനെ ഹേറ്റ് വരുമ്പോൾ ചിലത് കേൾക്കുമ്പോഴത്തേക്കും ഞാൻ ലൈക്ക് ഓക്കെ, ഐ വിൽ ഡ്രോപ്പ് എ സാസി റെസ്പോൺസ്. സംതിങ് ഇറിറ്റേറ്റിംഗ്, അയാളെയും കൂടി ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി. ദാറ്റ്സ് മൈ പെറ്റി നേച്ചർ. ആ ഒരു സെൻസിൽ വരുമ്പോഴത്തേക്ക് എത്രയൊക്കെ ഞാൻ വലിയൊരു നന്നായിട്ട് ജീവിച്ച് നോക്കാൻ പോകുന്ന ആളെന്ന് പറഞ്ഞാലും എൻ്റെ ആ ഒരു 1% റിയാക്ഷൻ, ദാറ്റ്സ് ഇറ്റ്. അച്ഛൻ വല്ലതും പറയാറുണ്ടോ? മിണ്ടായിരിക്കാൻ പറയാറുണ്ട്. അതിപ്പോൾ അച്ഛൻ്റെ കാര്യത്തിൽ ഇത് വരുമ്പോഴത്തേക്കും ദിസ് ഇസ് മൈ കരിയർ, ഐ ചോസ് ദിസ് ഫോർ മൈ സെൽഫ്.
ഐ ഡോണ്ട് വോണ്ട് മൈ കിഡ്സ് ടു റിയാക്ട് ബിക്കോസ് ഓഫ് ദിസ്, പ്ലീസ് ഡു ദിസ് ഫോർ മീ. അച്ഛൻ അതുവരെ എത്തി. അതുവരെ ബിക്കോസ് ലൈക്ക് ആസ് കിഡ്സ് we're gonna get hurt. നമ്മുടെ സ്വന്തം അച്ഛനമ്മയും പറയുമ്പോഴത്തേക്കും I've always said this, ഏതൊരാൾക്കും അയാളുടെ അച്ഛനമ്മയും പറഞ്ഞാലും they will get hurt. അതേപോലെ തന്നെ ഉള്ളൂ എൻ്റെ കാര്യവും. എൻ്റെ എപ്പോഴും അമ്മയാണല്ലോ കൂടെ ഉള്ളത്. അമ്മയാണല്ലോ കൂടെ ഉള്ളത്. അമ്മയ്ക്കായിരിക്കുമല്ലോ ഏറ്റവും വേദന ഉണ്ടാകുന്നത്. അച്ഛൻ്റെ കാര്യത്തിലാണ്, മക്കളുടെ കാര്യത്തിലാണ് ഒരു വേവലാതിയും വേദനയുള്ള അമ്മയ്ക്കായിരിക്കും. ആ അമ്മ എന്താണ് പറയാറുള്ളത്? I feel like she's the strongest among all of us. കാര്യം നമ്മളെല്ലാവരും ഈ ഒരു പബ്ലിക് ലൈം ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ഇത് ഒരു ലെവൽ ഓഫ് ഹേറ്റ് കൊള്ളുമ്പോഴത്തേക്കും അതിരുന്ന് കാണുന്നത് ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ റാൻഡം ഹ്യൂമൻ ബീങ് ഇൻ മൈ ലൈഫ് ഓർ മൈ ഡാഡ്സ് ലൈഫ്. Obviously she's gonna get hurt, പക്ഷേ ആ പെയിനൊക്കെ മാറ്റി വെച്ച് നമ്മുടെ പെയിനും മനസ്സിലാക്കി ഷീസ് ഓൾവേസ് ദയർ ടു സപ്പോർട്ട് അസ്. അച്ഛൻ അപ്സെറ്റ് ആവുന്ന സമയത്തും ഷീസ് ദയർ ആസ് എ റോക്ക് ഫോർ ഹിം, ഷീസ് ദയർ ആസ് എ റോക്ക് ഫോർ മീ. എൻ്റെ ചേട്ടനായാലും ചേച്ചിമാർക്കാണെങ്കിലും. സോ I don't know what else to say about that. അമ്മയുടെ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും I feel like she's just ignoring it. എല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് എല്ലാം ഉള്ളിൽ നിൽക്കുന്ന അമ്മയാണല്ലോ. അതെ അല്ലേ? അമ്മയാണല്ലോ ഉള്ളിൽ നിൽക്കുന്നത്. അമ്മയ്ക്കുണ്ടാകുന്ന ഒരു വേദന കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സങ്കടം നമ്മളല്ല എപ്പോഴും കാണും. അച്ഛനിങ്ങനെ യാത്രയായിരിക്കും, പക്ഷെ അത് കാണുന്നത് നിങ്ങളെ കാണും. അതല്ലേ? എനിക്ക് കൂടുതലും കാണുന്നത് മതമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഐ തിങ്ക് ആസ് ഓഫ് ലേറ്റ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് മീ. ഇപ്പോൾ കൂടുതലും വീട്ടിലുള്ള ചേച്ചിമാര് രണ്ടുപേരും ഓൾട്ടർനേറ്റ് ആയിട്ട് വീട്ടിലുള്ളിൽ നിൽക്കാറുണ്ട്. ഞാനും ചേട്ടനും വർക്കുള്ള സമയത്ത് ഇപ്പോൾ കൊച്ചിയിലായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, മലയാളം സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എറണാകുളത്താണ്. അതെ അതെ അതെ. എന്താ മോസ്റ്റ് ഓഫ് ടൈം ഫോർ ദാറ്റ്. അപ്പോൾ ചേച്ചിമാരുമായിട്ടായിരിക്കും അമ്മ എല്ലാം ഷെയർ ചെയ്യുന്നത് അല്ലേ? ആയിരിക്കും. ലൈക്ക് ഐ ഗെറ്റ് ഒന്ന് നമ്മളോട് അങ്ങനെ തുറന്ന് പറയില്ല. ഞാൻ പറ്റുമെങ്കിൽ ആഴ്ചയിലൊരിക്കൽ, ഇപ്പോൾ 2 ആഴ്ചയിലൊരിക്കലോ അങ്ങനെ അമ്മയായിട്ട് സംസാരിക്കാൻ ഞാൻ നോക്കാറുണ്ട്. ഷീ കോൾസ് മീ, പക്ഷെ ഞാനായിരിക്കും കൂടുതൽ വിളിക്കാൻ നോക്കാറുണ്ട്. ഇപ്പോൾ 2 ആഴ്ച സംസാരിച്ചാൽ തന്നെ ഐ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ആ 2 ആഴ്ചയിൽ എന്താണ് സംഭവിച്ചത്. ഷീ ഓക്കെ, ഞാൻ ഓക്കെ ആണെന്ന് പറയും. ഐ ജസ്റ്റ് ഗിവ് ദ ഇൻഫർമേഷൻ. അല്ല, അമ്മയാണല്ലോ കാത്തിരിക്കുന്നത് എപ്പോഴും. തീർച്ചയായിട്ടും. അതെ, അച്ഛൻ കമ്പയർഡ് ടു അച്ഛൻ, ഇപ്പം അച്ഛന് ടൈം കുറവാണ്, പക്ഷെ ഹി ഓൾസോ ഐ തിങ്ക് ഞാനും ചേട്ടനും ഒക്കെ ഒരു പ്രായം ആയതിനു ശേഷം അച്ഛൻസ് ഓൾസോ ട്രൈ ടു റീച്ച് ഔട്ട് ആസ് ലൈക്ക് എ മാൻ. നമ്മളും വളർന്നു വരുന്ന അഡൽട്ട്സ് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് ആ ഒരു രീതിയിലുള്ള ഗൈഡൻസ് തന്നെ അച്ഛനായിട്ട് ഇങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ഓഫ് ദ ലാസ്റ്റ് ലൈക്ക് 5-6 years അറ്റ്ലീസ്റ്റ്. എനിക്കൊന്ന് 3 സിനിമ, 26 വയസ്സ്, നമ്മുടെ ഒരു പ്രായം, നമ്മൾ വളർന്നു വരുന്നേ ഉള്ളൂ സിനിമയിലേക്ക്. ആ സമയത്ത് ഇങ്ങനെ ഉണ്ടാകും, മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതാർക്കാണെങ്കിലും എനിക്കാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. പക്ഷെ അതെല്ലാം തരണം ചെയ്ത് മതം ഇവിടം വരെ എത്തുന്നുണ്ടെങ്കിൽ അത് മനക്കെട്ടി എന്ന് പറഞ്ഞ സ്ഥാനം ഹൃദയത്തിൽ. അതുകൊണ്ട് തന്നെയാണ് എത്തി എന്ന് പറയുന്നത്. ഞാൻ എത്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ല, ഇവിടം വരെ എത്തി നിൽക്കണം. നമ്മൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ലോ. നമുക്കിഷ്ടം അഭിനയം എന്നുള്ളത്, അത് ദൈവം നിശ്ചയമുണ്ടെങ്കിൽ അതവിടെ വന്ന് ചേരും. അഭിനയം ഉണ്ടാകും, നല്ല നല്ല സിനിമയുടെ ഭാഗമാകും. താങ്കൾ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് ഇല്ലേ? 100% ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ പ്രാർത്ഥനയും ഉണ്ടാവും. അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ. താങ്കളുടെ വാക്കുകളിൽ നിന്നും താങ്കളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ അറിയാം താങ്കളുടെ ഒരു വേദന ഞാൻ ഉള്ളിൽ കണ്ടുകൊണ്ട് തന്നെ ഇങ്ങനെ ചോദിക്കും. സത്യമാണ്, അമ്മയെന്ന് പറഞ്ഞപ്പോൾ ആ വികാരം ഞാൻ ശരിക്കും കണ്ടു. അത് താങ്കൾക്ക് ചിലപ്പോൾ പറയാൻ പോലും പറ്റാത്ത ഒരു വികാരം മനസ്സിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് തോന്നിയോ? ഇല്ലല്ല, കാര്യം തന്നെയുണ്ട്. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് എക്സ്പ്ലെയിനിങ് തിങ്സ് ബിയോണ്ട് എ പോയിന്റ്. ഇപ്പോൾ ഇൻ എൻ ഇന്റർപേഴ്സണൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ us ടു, ദാറ്റ്സ് ഫൈൻ. ഇത് പബ്ലിക്കിലോട്ട് പോകുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്കൊരു പരിധി കൂടുതൽ പറയാനും താല്പര്യമില്ല. ബിക്കോസ് ഓഫ് ദ 10% who actually have a life and ഈ ചുമ്മാ ഇരുന്ന് വെറുതെ പറയുന്ന ആൾക്കാർക്ക് പറയാനൊരു അവസരം കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എസ്പെഷ്യലി അബൌട്ട് മൈ പാരൻസ്. കേൾക്കാൻ താല്പര്യമില്ല. വെറുതെ കേട്ട് ഞാൻ എന്നെ തന്നെ എന്തിനെ ഇറിറ്റേറ്റ് ചെയ്ത് അത് പിന്നെ സപ്രസ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസരം ഉണ്ടാക്കുന്നത്. വീണ്ടും വന്ന് പറയുന്നവർ വേറെ രീതിക്കായിരിക്കും പറയും. എക്സാക്ട്ലി. സത്യങ്ങൾ എത്ര തുറന്ന് പറഞ്ഞാലും some people don't change. കൃത്യമാണ്. സിനിമ ലൊക്കേഷനിലുള്ള ഒരു അനുഭവം നമുക്ക് ഓർത്തു വയ്ക്കുകയാണെങ്കിൽ രസകരമായ ഒരു മുഹൂർത്തം ഏതായിരിക്കും? ഐ കാൺ പിക്ക് വൺ. അങ്ങനെ ഒന്നിൽ ഒതുക്കാൻ പറ്റത്തില്ല എനിക്കത്. കാര്യം ഇപ്പോൾ ഷൈൻ ചേട്ടനായിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ദാറ്റ്സ് സംതിങ് ഐ റിയലി ലൈക്ക്. പിന്നെ ഒരുപാട് ഇപ്പം ഞാൻ ഓർക്കുന്ന എല്ലാം മറ്റേ പോസിറ്റീവ് മെമ്മറീസ് എന്ന് പറയുന്നതും അതിലൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. 100%. ഒരു ചെറിയ ഇഞ്ചുറി ഉണ്ടായിരുന്നു, തലയിലൊരു ചെറിയ വെട്ടുപോലെ വന്നു. സോ ദാറ്റ് വാസ് എ മെമ്മറബിൾ ഡേ ബിക്കോസ് ആ ദിവസം നമ്മൾ ഒരുപാട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതും കൂടെ ഷൂട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ഒരു സീക്വൻസും കൂടെ. അത് മാത്രം എടുക്കാൻ പറ്റിയില്ല. ബാക്കി എല്ലാം എടുത്ത് ലാസ്റ്റ് ഇത് വെച്ചിട്ട് ലാസ്റ്റാണ് ഇഞ്ചുർഡ് ആയത്. അത് കഴിഞ്ഞ് ഷൂട്ടും ഇല്ല. ദാറ്റ് വാസ് ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ട്. ആ ഒരു സീക്വൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഷോർട്ടിന് പോയി എൻ്റെ കൂടെ വരുന്ന 2 ക്യാരക്ടേഴ്സ് ആയിട്ട് ഈ സിനിമയിലെ 2 ബോയ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു സ്ക്രീൻ ടൈം കൂടുതൽ കിട്ടുന്ന പോലത്തെ രീതിയിൽ അതവിടെ അവർക്ക് ചെയ്യാനും പറ്റി. സോ
ഗുഡ് തിങ്സ് ഹാപ്പൻ, അങ്ങനെ ഒരു ഗുഡ് മെമ്മറി ഉണ്ട്. സൈജു ചേട്ടനായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പം അതിലൊക്കെ അഗൈൻ ബിറ്റ്വീൻ ദ ഷോട്ട്സ് ഇപ്പോൾ സ്ക്രീനിൽ വരുന്നതല്ല, ഈ കട്ട് വിളിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഇൻട്രാക്ഷനിൽ ആസ് എൻ ആക്ടർ, ആസ് എൻ ഇൻഡിവിജ്വൽ, ദി എക്സ്പീരിയൻസ് ദാറ്റ് ഐ ഗെറ്റ് ഓഫ് ബീങ് അറൌണ്ട് എ സൈജു കുറുപ്പ് ഓർ എ ഷൈൻ ടോം ചാക്കോ, ഈവൻ മക്ബൂൽ സൽമാൻ, അലൻ സിറാട്ടൻ, നന്ദു അങ്കിൾ, ഇവരെല്ലാം എനിക്ക് പറയാൻ പറ്റും. ഐ ഗോട്ട് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് വിത്ത് വെരി എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ്. ഐ ഗോട്ട് ദെയർ എക്സ്പീരിയൻസസ്, ലൈക്ക് അവർ ഷെയർ ചെയ്തുകൊണ്ട് അവരുടെ അഡ്വൈസ് ഉണ്ട് ആസ് എൻ അപ്കമിങ് ആക്ടർ ഞാൻ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് നല്ലത് ചൂസ് ചെയ്തെടുക്കാൻ എനിക്ക് they've given me what they can. Now it's up to me to take what I can. ആ ഒരു സ്റ്റേജിലോട്ട് എനിക്ക് എത്തുന്നതിൽ ഒരുപാട് ഈ സിനിമ എന്നെ സഹായിച്ചിട്ടുണ്ട്. സുജിത്തേട്ടനെ പോലെ ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ പറ്റിയത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ദ ഡയറക്ടർ, ബിക്കോസ് ദർ വാസ് നോ റീസൺ, ഈവൻ ദ പ്രൊഡ്യൂസർ അനിലേട്ടൻ, ഇവർക്ക് രണ്ടുപേർക്കും എന്നെ ഈ സിനിമയിൽ ചൂസ് ചെയ്യാനായിട്ടൊരു റീസൺ ഞാൻ കൊടുത്തിട്ടില്ല. They just saw me and they were like, okay, I want to make you something. I want to make you something in the industry. ഓരോ സിനിമകൾ കഴിയും തോറും, ഓരോ സിനിമകൾ കഴിയുമ്പോൾ വീട്ടിൽ സംസാരിക്കുമല്ലോ, സംസാരിക്കാറുണ്ടോ? സിനിമ ഒരു വലിയ ടോപ്പിക് അല്ല വീട്ടിലല്ല അല്ലേ? അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ എന്തെങ്കിലും പ്രോജക്റ്റിൻ്റെ കാര്യം ബിഫോർ ഐ മേക്ക് എ ഫൈനൽ ഡിസിഷൻ ഐ ഓൾവേസ് സ്പീക്ക് ടു അമ്മ. ചേട്ടൻ്റെ അടുത്ത് ഞാൻ പോയി പറയും. അച്ഛൻ്റെ അടുത്ത് ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛൻ ഫ്രീ ആകുമ്പോഴായിരിക്കും എനിക്ക് പലപ്പോഴും അറിയിക്കാൻ പറ്റുന്നത്. പക്ഷേ കഴിയുമ്പോഴെല്ലാം ഫോർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഈ ഒരു 3 ആൾക്കാരെ ഞാൻ എല്ലാം അറിയിക്കും. ചേച്ചിമാരെ അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അറിയിക്കുന്നത്. പക്ഷേ ദേ ഓൾസോ നോ ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ അതും ദാറ്റ് ഒരു ഡിസ്കഷനാവോ, വലിയൊരു തർക്കമാവോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണോ ചെയ്യേണ്ടിയിരിക്കുമോ, എനിക്ക് ഇതാണ് ഓപ്ഷൻസ്, അങ്ങനെ ദർ ഇസ് നോ കോൺവെർസേഷൻ ലൈക്ക് ദാറ്റ്. അവർ ഒരുപാട് ഇപ്പം അച്ഛൻ ആൻഡ് അമ്മ നമ്മുടെ കാര്യത്തിൽ നമ്മുടെ കരിയർ സംതിങ് we're supposed to build on our own. അപ്പം അച്ഛൻ്റെ പേര് കൊണ്ട് ലൈക്ക് ഐ സെഡ് ഇൻഡസ്ട്രിയിൽ ആക്സസ് കിട്ടി. ഹി വോണ്ട് മേക്ക് എ സിംഗിൾ ഫോൺ കോൾ ഫ്രം മീ ഓർ ഫോർ മൈ പ്രോജക്റ്റ് ഫോർ എനി റീസൺ. വേറൊരാൾക്ക് വേണ്ടി അത് ചെയ്യും. എനിക്കും എൻ്റെ ചേട്ടനോ എൻ്റെ ചേച്ചിമാർക്കും ഇനി വേണ്ടി ചെയ്യത്തില്ല അത്. ദാറ്റ്സ് ജസ്റ്റ് ഹൗ ഇറ്റ്സ് ബിൻ. നമുക്കതിനൊരു പ്രോബ്ലം ഇല്ല. ലൈക്ക് 4 of us don't have a problem with that. We're trying to make our own path, find our own way with his help, as in his name itself is a big help. അത്രയും മതി. ഈ അച്ഛൻ ഇപ്പോൾ പറഞ്ഞ പോലെ അച്ഛൻ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഒരു സിനിമയിലേക്ക് വേണമെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് നേരത്തെ അറിയാം. പക്ഷേ നമുക്കങ്ങനെ പറയണമെന്ന് നമുക്ക് ആഗ്രഹിച്ചിട്ടുണ്ടോ മനസ്സിൽ? അച്ഛൻ എന്നെ ഒന്ന് റെക്കമെൻഡ് ആ പടത്തിന് ചെയ്തിരുന്നെങ്കിൽ ആഗ്രഹിക്കണമെന്നല്ല. സോ ഐ ഡോണ്ട് നോ, ഇപ്പം ഞാൻ ഇത് പറയുമ്പോഴത്തേക്ക് എത്രത്തോളം ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഇത് സെൻസ് ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം ഇൻഡസ്ട്രി പോളിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് സംതിങ് ദറ്റ്സ് വെരി റിയൽ, ഇറ്റ്സ് വെരി പ്രസൻറ്റ് ഇൻ എവറി ഇൻഡസ്ട്രി, നോട്ട് ജസ്റ്റ് ദ ഫിലിം ഇൻഡസ്ട്രി. ആ ഒരു ഇൻഡസ്ട്രി പോളിറ്റിക്സിൻ്റെ ഒരു ലെറ്റ്സ് സേ സ്ലൈറ്റ്ലി നെഗറ്റീവ് സൈഡ് ഫേസ് ചെയ്ത ആൾക്കാരാണ്. ഇപ്പോൾ എനിക്ക് മുന്നേ എൻ്റെ ചേട്ടൻ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് മുന്നേ എത്രയോ ആക്ടേഴ്സ് ഇത് ഫേസ് ചെയ്തിട്ടുണ്ട്. 100%. ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ദറ്റ് വി ഹാവൻ ഫേസ്ഡ് എനിത്തിങ്. ജസ്റ്റ് ബിക്കോസ് സമ്മൺ എൽസ് ഹാസ് ഫേസ്ഡ് ഇറ്റ് ഡസൻറ്റ് മീൻ അവർ പ്രോബ്ലം ഇസ് സ്മോൾ. ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും അറിയാം, ചേട്ടനും അറിയാം. ഇത് കേൾക്കുന്നതിൽ എന്നെ കളിയാക്കാൻ വേണ്ടി കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ ഇത് റാഷണലായിട്ട് ഇത് കേൾക്കുന്നവർക്ക് അറിയാം എത്രത്തോളം ഇൻഡസ്ട്രി പൊളിറ്റിക്സും അല്ലാത്തൊരു ജനറൽ ക്രൗഡ് പൊളിറ്റിക്സ് എങ്ങനെയാണ്, പൊളിറ്റിക്കൽ സിനാറിയോ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ. റെഫറിങ് ടു മൈ ഡാഡ്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരാളുടെ കരിയർ, എസ്പെഷ്യലി ഒരു ബഡിങ് കരിയർ, എവിടെ വെച്ച് പ്രശ്നങ്ങളിൽ കൊണ്ട് ചാടാം, എങ്ങനെ അത് ബഡിൽ തന്നെ നിപ്പ് ചെയ്ത് കളയാം, ഇതൊക്കെ ഉണ്ടാവുന്ന റിയാലിറ്റീസ് യു നോ അബൌട്ട് ദിസ് റൈറ്റ്. സോ ഇതൊക്കെ ഉണ്ടായാലും ഈ ഒരു സമയത്ത് ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ അതിനൊരു കോൾ ചെയ്യുമോ എന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് കള്ളത്തരമായിരിക്കും. ബീങ് ഹൂ ഈസ്, ഹി സ്റ്റിൽ വുഡന്റ് ഡു ദാറ്റ്. ആൻഡ് ഗസ് വാട്ട്, ഐ ഫൗണ്ട് മൈ വേ ഔട്ട് ഓഫ് ഇറ്റ്. ഹെൽപ്പിൽ എനിക്ക് ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്ക് ഞാൻ വേറെ ആരുടെയും സഹായം ഇല്ലാതെ എത്തുന്ന എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് സഹായിച്ച ആൾക്കാർ ഇതിന് മുന്നേ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതേ ഇൻ്റർവ്യൂവിൽ തന്നെ. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ പീപ്പിൾ ഹു സ്റ്റുഡ് വിത്ത് മീ. ഒരു അഭിനയം എന്ന് പറയുന്നത് അച്ഛൻ്റെ സിനിമകൾ നമ്മൾ പലതും കണ്ടു വളർന്നാണ്. ഒത്തിരി സിനിമകൾ കണ്ടു. അച്ഛൻ്റെ സിനിമകൾ കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, കാണുന്നു. എല്ലാവരുടെയും സിനിമകൾ നമ്മളുണ്ട്. അച്ഛൻ്റെ ഒരു യാത്ര ഉണ്ടായിരുന്നു, സിനിമാ ജീവിതത്തിലൊരു യാത്ര ഉണ്ട്. ഇപ്പം ആ സമയങ്ങളിലൊരു യാത്രയിലൊക്കെ ചിലപ്പോൾ പങ്കാളികളായിട്ടുണ്ടാകും, കുടുംബത്തിലുള്ള പങ്കാളി. അച്ഛൻ്റെ യാത്രയും അഭിനയം കണ്ടു കഴിയുമ്പോൾ, ഒരു സിനിമ കണ്ടു കഴിയുമ്പം അന്ന് ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ഇന്ന് എനിക്ക് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയ ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ ഏതായിരിക്കും? അന്നും ഇന്നും ഞാൻ ഈ ഒറ്റോറിനെ പറഞ്ഞിട്ടുള്ളൂ, സോറി 2 സിനിമയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ലേലം ആൻഡ് വാഴ്ന്നൂർ, ചാക്കോച്ചി ആൻഡ് കുട്ടപ്പായ, ദീസ് 2 ക്യാരക്ടേഴ്സ്. ബട്ട് ഞാൻ അച്ഛൻ്റെ എല്ലാ സിനിമയും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് എനിക്ക് കാണാൻ പറ്റിയൊരു സിനിമയാണ് മഹാത്മ, ദേവദേവൻ, ആ ക്യാരക്ടർ. സോ അച്ഛൻ്റെ ഇപ്പോൾ അച്ഛൻ പ്രസൻറ്റ് ചെയ്ത പോലെ ആ ക്യാരക്ടർ ഒരിക്കലും എനിക്ക് ഇന്ന് പോയി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഇല്ല, ഇഫ് ഐ എം ബീങ് ഓണസ്റ്റ്. ഐ വിൽ ഗെറ്റ് ദർ ബട്ട് നോട്ട് ടുഡേ.
അതേ സമയത്ത് ആ സിനിമയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന സബ്ജക്ട്സ് ഇന്ന് ഒരു 30 years കഴിഞ്ഞ് ഇന്ന് നോക്കിയാൽ 96 ഫിലിമാണ്. സോ 2026 30 years down the line ഇന്ന് നോക്കിയാൽ ഇറ്റ്സ് വെരി റെലവെന്റ്. ഇന്ന് ഞാനൊരു സിനിമ ലെറ്റ്സ് സേ 2030-ലോ 2035-ലോ ഞാൻ ഒരു സിനിമ ചെയ്താൽ ഇതേപോലത്തെ ഒരു സിനിമ 2065 ആകുമ്പോഴും ആ റെലവൻസ് അതിന് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതേപോലത്തെ ഒരു മഹാത്മാ ലൈക്ക് സിനിമ വന്നാൽ ഇന്ന് എനിക്ക് അതും ചെയ്യാൻ താല്പര്യമുണ്ട്. അച്ഛൻ ഒരു നടൻ എന്ന നിലയിലായിരുന്നു, നടൻ എന്ന നിലയിൽ എന്നും നിലനിൽക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പോൾ രാഷ്ട്രീയക്കാരനായി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയത്തിലാണ്. See, every person has his own rights to make his own choices. ഇപ്പം മക്കളായാലും എൻ്റെ അച്ഛനൊരു തീരുമാനം എടുത്താൽ അത് അച്ഛനെ ഹാം ചെയ്യുന്നില്ല എന്നൊരു തീരുമാനമാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പൊളിറ്റിക്സ് ഇൻഡയറക്ട്ലി എൻ്റെ അച്ഛൻ്റെ ഹെൽത്തിനെ ഹാം ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ട്രെസ് എടുക്കുന്ന ഒരാളാണ് അച്ഛൻ പേഴ്സണലി. ആസ് എൻ യു നോ ഹിം ആസ് എ പേഴ്സൺ. ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നതിനെക്കാട്ടിലും യു മൈറ്റ് നോ ഹിം. സോ അങ്ങനെ സ്ട്രെസ് എടുക്കുന്ന ഒരാൾ എന്തിനാ ഈ സ്ട്രെസ് എടുക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെതായ സ്ട്രെസ് ഉണ്ട്, പക്ഷേ ഇറ്റ്സ് മച്ച് ലെസ് ദൻ ബീങ് എ പൊളിറ്റീഷ്യൻ, ബീങ് എ മിനിസ്റ്റർ. സോ I wanted him to stay on as an actor, full-time actor, but he's doing his films. പോറ്റക്കൊമ്പൻ ഇറങ്ങുന്നുണ്ട്, അതെ, അതും അച്ഛൻ ബാലൻസ് ചെയ്ത് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഹീസ് ഡൂയിങ് വാട്ട് എവർ ഹീ ക്യാൻ. അച്ഛൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഐ ഫീൽ ലൈക്ക് ഹീ പുട്സ് 5% for his family, 90% for his people, not his people, for the people, and maybe 5% for his other people. He doesn't find time for himself. അന്നും കിട്ടുന്നില്ലായിരുന്നു അച്ഛൻ, ഇന്നും I think he got used to it. എനിക്കൊന്നും ഒരിക്കലും അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. He got used to it. അതൊരു ഒരു വലിയ കാര്യമാണ് കേട്ടോ, അല്ലേ? ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അതായത് അങ്ങനെ ഒരു ലൈഫ് ഇപ്പോൾ എത്രത്തോളം അതിൻ്റെ ലക്ഷറീസ് അതിൻ്റെ കൂടെ വരുന്നതാണെങ്കിലും അതിൻ്റെ പുറകെയുള്ള ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർക്ക് മനസ്സിലാവും എത്രത്തോളം ആണെന്ന്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് സിറ്റിംഗ് ഇൻ AC rooms or traveling in luxury cars or having private jets. No, that's not the whole thing. Even as a minister, there's a certain amount of life, that political life that people don't know about. പുറത്തിറങ്ങി ചെയ്യുന്ന പണി അതെല്ലാവരും ചെയ്യാറില്ലെന്നുമുള്ളൊരു ഫാക്റ്റാണ്. പീപ്പിൾ കോൾ ഔട്ട് പൊളിറ്റീഷ്യൻസ് ഫോർ നോട്ട് ബീയിങ് ദർ. എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ ഞാൻ അന്ന് എൻ്റെ അച്ഛന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ബിക്കോസ് ഐ നോ ഹി ഡസ് മോർ, ഹി ഡസ് അബവ് ആൻഡ് ബിയോണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യും തോറും അച്ഛൻ പല കാര്യങ്ങൾ ചെയ്തു, നമ്മളൊരു കാര്യങ്ങൾ എല്ലാം നമ്മളെ രീതിക്കാണ് ചെയ്യുന്നത്. മാധവ് സുരേഷ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് വേണ്ടായിരുന്നു ഏതെങ്കിലും പ്രതികരണം തോന്നിയിട്ടുണ്ടോ? ഞാൻ ആലോചിച്ചിട്ടേ ചെയ്യത്തുള്ളൂ അത്. ഇപ്പം എന്തെങ്കിലും ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം 2 വർഷം കഴിഞ്ഞ് മാറത്തില്ല അതിനെപ്പറ്റി. അൺലെസ് ലെറ്റ്സ് സേ വെൻ ഇറ്റ്സ് അബൌട്ട് പീപ്പിൾ സംതിങ് ക്യാൻ ഓൾവേസ് ഗെറ്റ് പ്രൂവൺ. ഇപ്പം ഞാൻ ഇന്നൊരു അഭിപ്രായം ഒരാളെ പറ്റി പറയുക, 2 വർഷം കഴിഞ്ഞ് ആ ആൾ ഇങ്ങനെ ആയിരുന്നു എന്ന് തെളിയുക. അറ്റ് ദാറ്റ് പോയിന്റ് ഐ കാൺ സേ ഞാൻ അന്നറിഞ്ഞിരുന്ന ആൾ ഇങ്ങനെ ആയിരുന്നു, സോ ഐ എം ഗോണ കീപ് സപ്പോർട്ടിങ് ദം. തെളിഞ്ഞു കഴിഞ്ഞാൽ, ബൈ ദ വേ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും യു ആസ്കിങ് മീ ദിസ് ക്വസ്റ്റ്യൻ, പൊട്ടൻഷ്യലി അറിയപ്പെടുന്ന ആൾക്കാരായിട്ട് വരുന്ന ഇഷ്യൂസാണ് ഞാനിപ്പോൾ റെഫർ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദ സിനാറിയോ, ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൂഫ്, ഡിപ്പെൻഡിങ് ഓൺ വാട്ട്സ് ആക്ച്വലി ഹാപ്പൻ ആൻഡ് ദ ട്രൂത്ത് ദാറ്റ് ഐ നോ. എനിക്കിപ്പോൾ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതൊന്ന് മനസ്സിലാവില്ല എന്തായിരിക്കും സത്യമെന്ന്. ആ ഒരു കോൺഷ്യൻസിനെ അവർ സാറ്റിസ്ഫൈ ചെയ്താൽ ആ ഒരാൾക്ക് എൻ്റെ സപ്പോർട്ട് കാണും. അതർ ദൻ ദാറ്റ് മൈ ഒപ്പീനിയൻ വോണ്ട് ചേഞ്ച് അബൌട്ട് എ പേഴ്സൺ ഓർ എൻ ഇൻസ്റ്റൻസ് ഓർ എനി പെർട്ടിക്കുലർ സബ്ജക്ട് ഫോർ ദാറ്റ് മാറ്റർ. മാറത്തില്ല എനിക്ക് എൻ്റെ അഭിപ്രായം. അല്ല, നിലപാടായിട്ട് തന്നെ നിൽക്കണം. അത് അച്ഛൻ്റെ മോൻ തന്നെയാണ് താങ്കൾ. അച്ഛനൊരു നിലപാടെടുത്താൽ, എനിക്ക് പേഴ്സണലി സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി അറിയാവുന്നു, നിലപാടെടുത്താൽ നിലപാടിൽ നിൽക്കും, അതിൽ പിന്നോട്ടില്ല. എടുക്കുമ്പോൾ ചില നിലപാടുകൾ എടുക്കുമ്പോൾ ചില സംസാരം സമയം ഞാൻ പേഴ്സണലി പറഞ്ഞ കേട്ടോ, അച്ഛൻ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ അതിൽ കിടക്കുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. അതിപ്പോൾ എനിക്ക് തോന്നിയെടുത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് പേഴ്സണലി സംസാരിച്ചിട്ടുമുണ്ട്. ഉണ്ടല്ലേ? ഒരു ബ്ലൈൻഡ് സണ്ണായിട്ട് എൻ്റെ അച്ഛൻ പറയുന്ന എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും അല്ല. എൻ്റെ അച്ഛനൊരു ബ്ലൈൻഡ് ഫാദറായിട്ട് ഞാൻ പറയുന്ന എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആളും അല്ല. എനിക്കൊരു തെറ്റ് പറ്റുമ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ പറയും. അതേപോലെ എൻ്റെ അച്ഛനൊരു തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ എനിക്ക് പറയാനുള്ള ഫ്രീഡം ഉണ്ട്. എനിക്കങ്ങനെ ഒരുപാട് തോന്നാറില്ല. അതാണ് അച്ഛൻ ബന്ധമൊന്നും പറയുന്നത്. പക്ഷെ അത് പറ്റിയ സന്ദർഭത്തിൽ എനിക്ക് അച്ഛൻ ആ ഫ്രീഡം തന്നിട്ടുണ്ട് ടു ഗോ ആൻഡ് സ്പീക്ക് ടു ഹിം. ലൈക്ക് ഹു എൽസ് വിൽ? If it's not me and my siblings and my mother, who else will? വേറെ ആരാ പോയി ചെയ്യേണ്ടത്? സോ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. സംടൈംസ് അച്ഛൻ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യും. പക്ഷേ ഈ ഡേറ്റ് ഓഫ് ലേറ്റ് ഐ ഹവ് സീൻ ഹിം ഹാൻഡിൽ സം സിറ്റുവേഷൻസ്. അതായത് പൊളിറ്റിക്കലി ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എനിക്കും വളരെ സ്നേഹമുള്ള, ഞാൻ മാമൻ എന്ന് വിളിക്കുന്ന ആൾക്കാരാണ് ഇതിൽ എടുത്ത് പേര് പറയുകയാണെങ്കിൽ വരുന്ന ആൾക്കാർ. പക്ഷേ അത്യാവശ്യം അൺപ്രൊവോക്ഡ് ആയിട്ട് ഒരു സിറ്റുവേഷനിൽ പോലും അച്ഛനത് വളരെ ഹ്യൂമറസ് ആയിട്ട് ഹാൻഡിൽ ചെയ്താണ് ഇതുവരെ വിട്ടിട്ടുള്ളത്. With one of his friends, I'd say.
So അല്ല അതിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ സിനിമയിലൊക്കെ നമ്മൾ yeah, that's definitely after like the conversations we've had. Like we've told him, you're who you are. You don't have to change based off of who others are. It happens to human beings, and sometimes we all need that helping hand. അല്ല നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ അത്രയും കാണുന്ന മാമൻ എന്ന് വിളിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത വേദന ഉണ്ടാക്കാറുണ്ടല്ലേ? Oh, yeah, definitely. പക്ഷേ again, like I said, it's their life. ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഉള്ള പരിചയം. They'll have their ups and downs. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കൂട്ടുകാരനാണ്. We'll have our ups and downs. That's our life. That's their life. അതുണ്ടായാലും ഒരു എന്തോ എല്ലാവരും സ്നേഹത്തിലിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിലും സംടൈംസ് തിങ്സ് ഹാപ്പൻ ആൻഡ് ഇറ്റ്സ് ഓക്കെ. ബട്ട് പബ്ലിക്കലി അതൊരിക്കലും എന്താ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ രണ്ടുപേരെടുത്താണെങ്കിലും പബ്ലിക്കലി അത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഷുഡ് ബിക്കം I shouldn't say an opinion about this, to be honest. ഈ സിനിമയിൽ I'm holding back my words. എനിക്ക് പറയാൻ വന്ന ഞാൻ തിരിച്ച് വിഴുങ്ങുവാണ് എൻ്റെ വാക്കുകൾ. എനിക്ക് മനസ്സിലായി ഞാൻ അതുകൊണ്ട് പിന്നീട് അതിലേക്ക് പോയായിരുന്നു. ഞാനിലേക്ക് പോകണം. പറയും, മാധവ് പറയും. അതാണ് മാധവ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു വ്യക്തിത്വമാണ്. അത് ഞാൻ പറയും, തുറന്ന് പറയും എന്നുള്ളൊരു വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വം നമ്മൾ ഒരു സ്ഥലത്തും പണയം വെക്കരുത്. I should also respect their work. അവർ രണ്ടുപേരും ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഇൻവോൾവ് ആയ ആൾക്കാരാണ്. ആ പാർട്ടീസിൻ്റെ അജണ്ട അനുസരിച്ച് അവർക്കും വർക്ക് ചെയ്യേണ്ടി വരും. ഐ അണ്ടർസ്റ്റാൻഡ്. പറയേണ്ടതായി വരും, ഉറപ്പാണ്. അത് നമ്മൾ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അത് ഞാൻ പേഴ്സണലായിട്ട് എടുക്കുന്നില്ല. എന്നെ പേഴ്സണലി കാണുമ്പോൾ അതേ ആള് ഇതുവരെ സ്നേഹമില്ലാതെ ട്രീറ്റ് ചെയ്തിട്ടില്ല. He's always been loving to me, so I don't have to care about anything else. ലോകം അങ്ങനെയാണ്. That's it. അത് മാറ്റമില്ല. ഈ നേരത്തെ പറഞ്ഞു നന്ദുവങ്ങളിനെ കുറിച്ച് പറഞ്ഞു, എത്രയോ സിനിമകളല്ലേ ഒന്ന് ആലോചിക്കണം കാലഘട്ടത്തിൽ. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഐ തിങ്ക് എംപുരാന്റെ റിലീസും കോയിൻസൈഡ് ചെയ്ത സമയത്ത്. സോ again he did a significant character in Lucifer as well as എംപുരാൻ. അപ്പോൾ ഞാനിപ്പോൾ സൈജിച്ചേണ്ട കാര്യം നേരത്തെ പറഞ്ഞത് വെച്ചാണെങ്കിലും a lot of people who worked in this film other than that, അവരുടെ കരിയർ അതിന് മുന്നേയും പിന്നെയും അവർക്ക് ഓരോ നല്ല പീക്സ് കിട്ടി. ആസ് എൻ ആക്ടർ എ ഗുഡ് ഫിലിം ഇസ് ഡെഫിനറ്റ്ലി എ പീക്ക് എവറി സിംഗിൾ ടൈം. ഓരോ നല്ല സിനിമയും നമ്മുടെ ആർക്കിലൊരു ഗ്രോത്ത് ഇടുന്നതാണ്. സോ അങ്ങനെ ഒരുപാട് നല്ല ആക്ടേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റും. നന്ദുങ്കിൾ മാത്രമല്ല, നന്ദുങ്കിൾ എനിക്ക് കുഞ്ഞിലോട്ടല്ല അത് പേഴ്സണലി അറിയാവുന്നതും കൊണ്ട് ആ ഒരു സൈഡിൽ നിന്നും ഉണ്ട്. അതേപോലെ പറയാനാണെങ്കിൽ അത്രത്തോളം തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഇഫ് നോട്ട് മോർ അലൻസിയർ ആയിരുന്നു. തിയേറ്ററിലും ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പെർഫോമേഴ്സ്. പ്രോപ്പർ ഔട്ട് ആൻഡ് ഔട്ട് പെർഫോം. ഏതൊരു ക്യാരക്ടറും ഭയങ്കര സീംലെസ് ആയിട്ട് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്. എൻ്റെ അച്ഛനായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അലൻസിയർ ആയിട്ടാണ്. സോ I'm just happy to have worked with so many good artists, so many experienced artists, so many good people on top of that. നല്ല മനുഷ്യർ ഇവരെല്ലാവരും, at least towards me, for sure. അപ്പോൾ ആ ഒരു എൻവയൺമെന്റിന്റെ ഭാഗമാകാൻ പറ്റിയാലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അത് വലിയൊരു ഭാഗ്യമാണല്ലോ ഇത്ര ഉണ്ട്. അതോടൊപ്പം അതിപ്പോൾ JSKയിലാണെങ്കിലും കുമ്മാട്ടിക്കളിയിലാണെങ്കിലും എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരും എല്ലാവരും നല്ല എൻവയൺമെന്റ് തന്നിട്ടുള്ളൂ. ഞാൻ അവർക്കും നല്ല എൻവയൺമെന്റ് കൊടുത്തിട്ടുള്ളൂ. I'm sure everyone can agree to that. So അച്ഛൻ്റെ സങ്കടം കണ്ടിട്ടുണ്ടോ? Yeah. No, not too many times. He tries not to hurt us with his emotions. അപ്പോൾ അച്ഛൻ എന്താ ചെയ്യാറുള്ളത്? യൂഷ്വലി സങ്കടം വരുമ്പോൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അച്ഛൻ മാറിപ്പോ ഒറ്റയ്ക്കിരിക്കും. പറഞ്ഞത് പിന്നെ അതിനെ ഹോൾഡ് ചെയ്ത് പിന്നെ നമ്മളോടല്ല പറയാൻ പറ്റുള്ളൂ. Yeah, I can understand that. നമുക്ക് എത്രത്തോളം ഹേർട്ടായാലും he's got us. So we have to give him that space. പിന്നെ ഇത്രയും സ്ട്രെസ്ഫുൾ എൻവയൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ, നമ്മളൊരു മനുഷ്യനായിട്ട് ആ പണി ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താണ് ആ തലയിൽ കൂടെ പോകുന്നത്, അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ. എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നറിയാവുന്നതുകൊണ്ട് അച്ഛനത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിൽ ഞാൻ എപ്പോഴും കുറ്റം പറയത്തൊന്നുമില്ല. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിസ് ഇമോഷൻസ് ടു. നമ്മുടെ ഒരു സിനിമയുടെ ഡയലോഗ് പിന്നീട് പാട്ടായി മാറി, ഓർക്കണല്ലേ? ഒരു സിനിമ അത് പറയുമ്പോൾ നമുക്ക് ഓപ്പണായിട്ട് രണ്ടുപേർക്കും ചിരി കൊണ്ടു. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത്? എൻ്റെ കസിൻസിൻ്റെ ഇടയ്ക്ക് ലൈക്ക് ഫ്യൂ ഓഫ് മൈ കസിൻസ് ദാറ്റ് ആർ വെരി ക്ലോസ് ടു മീ. നമ്മൾ ഡെയിലി കാണുന്ന കസിൻസ് ഉണ്ട്. സോ അവന് ഒരു സെന്റൻസ്, ഇപ്പോൾ ഒരാളെ പെർട്ടിക്കുലർലി പറയാനാണെങ്കിൽ എൻ്റെ ചുറ്റുവരുന്ന് ഒരു സെന്റൻസ് അവന് നമ്മൾ വെച്ചോ ഞങ്ങൾ എന്ന് പറയാൻ അവന് പറ്റുന്നില്ല. കാര്യം അത് കഴിഞ്ഞ് ചുറ്റും ആരിരുന്നാലും ഞാനിരുന്നാലും അത് കഴിഞ്ഞ് പറയുന്ന വാക്ക് അനാഥരാണ് എന്നാണ്. ആ സിനിമയ്ക്ക് കിട്ടിയ പബ്ലിസിറ്റിയെക്കാട്ടിലും ആ ഒരു ഡയലോഗിനാണ് കിട്ടിയത്. മാധവ് ഒരു എടുത്തുചാട്ടക്കാരൻ എന്ന് വെച്ചാൽ ഒരു മുൻകോപിയാണ് എന്ന് പറയാറുണ്ട്. മുൻകോപി അല്ല, എടുത്തുചാട്ടക്കാരനാന്ന് പറഞ്ഞാൽ എൻ്റെ കോൺഷ്യൻസിൽ അതൊരു കാര്യം കൺവിൻസ് ആയി കഴിഞ്ഞാൽ ഐ വോണ്ട് വെയിറ്റ് ഫോർ അനദർ കോൺഷ്യൻസ്. അതായത് എനിക്ക് മറ്റൊരാളുടെ തണ്ടലുറപ്പോ അഭിപ്രായമോ ആവശ്യമില്ല എൻ്റെ ഒരു ഡിസിഷൻ എടുക്കാൻ. വേറൊരാൾ നിന്നാലേ ഞാൻ ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതായത് 10 ആൾക്കാർ കുറ്റം പറയുന്ന ഒരാളെ ഞാൻ പോയി സപ്പോർട്ട് ചെയ്യും. എനിക്ക് രണ്ടാമത്തെ ഒരാളുടെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് ഐ ബിലീവ് ദാറ്റ് ദ പേഴ്സൺ ഇസ് റൈറ്റ്.
ആൻഡ് ഐ ഡോണ്ട് കെയർ ഇഫ് ഐ ലൂസ് 10 ഫ്രണ്ട്സ് ഇൻ ദാറ്റ് പ്രോസസ് ആസ് ലോങ് as ഐ നോ ഐം റൈറ്റ്. പിന്നെ ഞാൻ ഒരാളുടെ അഭിപ്രായം കേൾക്കാത്ത ആളല്ല. ഞാൻ എല്ലാം കേട്ട് കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കത്തുള്ളൂ. എല്ലാവർക്കും സംസാരിക്കാൻ അവസരം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു രീതിയിൽ തീരുമാനം എടുക്കുമ്പോൾ ഐ നോ മൈ ഡെസിഷൻസ് കമ്മിങ് ഫ്രം എ പ്ലേസ് ഓഫ് ഗുഡ് തോട്ട് ആൻഡ് നെവർ ഫ്രം എ പ്ലേസ് ഓഫ് ഹേസ്റ്റിനെസ്. അതൊരു എടുത്തുചാട്ടക്കാരനായിട്ട് പറയാൻ പറ്റുമോ? ഐ ഡോണ്ട് നോ ഇഫ് ഐ ക്യാൻ. അത് എടുത്തുചാട്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലാണ്. കാര്യം മറ്റൊരാളുടെ കണ്ണിൽ നോക്കുമ്പോൾ അത് എടുത്തുചാട്ടമാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന ഇത്രയും തോട്ട്സ് ആണ്. സോ ക്യാൻ യു ട്രൂലി സേ ദാറ്റ് ഇസ് എടുത്തുചാട്ടം? ഒരു ഫൈറ്ററാണ്. ഡിപ്പെൻസ്. സിനിമയിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട പണി ചെയ്യും. ജീവിതത്തിൽ ആൾക്കാരെ ഫിസിക്കലി ഉപദ്രവിക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല. നമ്മുടെ ദേഹം നൊന്ത് കഴിഞ്ഞാൽ അതിനെ റിയാക്ട് ചെയ്യാതിരിക്കാനും ആർക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. മീഡിയയിൽ എപ്പോഴും ഒരാളുടെ ആക്ഷനെ കാണിക്കത്തുള്ളൂ, എസ്പെഷ്യലി വെൻ ദാറ്റ് പേഴ്സൺ ക്യാൻ ബി സ്പോക്കൺ അബൌട്ട്. ബട്ട് ഞാൻ വണ്ടിയുമായിട്ടൊരു സംഭവം ഉണ്ടായപ്പം ഒത്തിരി പേര് എനിക്ക് അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കാൻ താല്പര്യമില്ല കേട്ടോ. കാര്യം അദ്ദേഹം വന്ന് അദ്ദേഹത്തിന് പറയാനുള്ള മീഡിയയിൽ പറഞ്ഞിട്ട് പോയി. എന്നെ വിളിച്ച് ചോദിക്കുന്നത് തന്നെ, മീഡിയയിൽ ഒരു കോൾ ഉണ്ടായിരുന്നു ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് ഏഷ്യാനെറ്റ് ഓർ സംതിങ്. വൺ ഓഫ് ദ മറ്റേ മീഡിയയിൽ വിളിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വിളിച്ച് ചോദിക്കുന്നത്. ഒരു കോളാവുന്നത് ഓൺ മൈ ഫോൺ, വീഡിയോ ഒന്നുമല്ല. ഈ ഓഡിയോ കോളിൽ വിളിച്ച ആൾ തന്നെ ആദ്യം ഭയങ്കര റൂഡായിട്ട് സംസാരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങൾ ഓഡിയോ നിങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ എന്നെ വിളിച്ച് ചോദിക്കുന്നത്? ഐ ഡോണ്ട് കെയർ അബൌട്ട് കറക്റ്റിംഗ് 100 പീപ്പിൾസ് ഒപ്പീനിയൻ അബൌട്ട് മീ. ഐ നോ ഹൗ ഐം ലിവിങ്. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. അവരൊരിക്കലും ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ മോശമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കില്ല. അവർ അത്യാവശ്യം ഹാപ്പിയാണ് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ. എൻ്റെ എല്ലാ ചോയ്സസും എൻ്റെ എല്ലാ ഡിസിഷൻസും അറിയുന്ന ആൾക്കാരാണ് എൻ്റെ അച്ഛനും അമ്മയും. ഇഫ് നോട്ട് മൈ ഡാഡ്, അമ്മയ്ക്ക് തീർച്ചയായിട്ടും എല്ലാം അറിയാവുന്നത്. അതിൽ വിഷമം എക്സ്പ്രസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. യു ക്യാൻ പ്രോബ്ലി അസ്യൂം വാട്ട് ദേ ആർ. പക്ഷെ വേണ്ട, ഇനി അങ്ങനെ പറഞ്ഞാൽ അതിനെ കളിയാക്കാൻ കുറച്ച് ആൾക്കാർ. അല്ല, അത് പറയാനുള്ള ഒരൊറ്റ കാര്യം, ആ വണ്ടിയുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുള്ളൂ. അതിൽ ആ കാര്യത്തിൽ മാധവിൻ്റെ അല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്, നമ്മുടെ മണിയമ്പിള്ള രാജുചേട്ടൻ്റെ കാര്യം ഞാൻ പറയും. ഞാനത് പറഞ്ഞേ പറ്റൂ. ഇപ്പോഴെങ്കിലും മണിയമ്പിള്ള രാജുചേട്ടന് എന്തായിരുന്നു? ഞാൻ നേരെ അസ്യൂം ചെയ്തത് മറ്റേ വണ്ടി ഇഷ്യൂ ഉണ്ടായല്ലോ. ഐ ആം റിയലി സോറി ബിക്കോസ് ദാറ്റ്സ് മോർ ഡയറക്റ്റ് ടു മീ. ഐ ആം സോ സോറി. എന്താണ് മണിയമ്പിള്ള രാജുചേട്ടൻ ക്രൂശിച്ചത്? കഴിഞ്ഞ ദിവസം മണിയമ്പിള്ള രാജുചേട്ടന് അനുകൂലമായിട്ട് വന്നുള്ളൂ, മദ്യം കഴിച്ചിട്ടില്ല. അത് അത്രയും ആഘോഷിച്ചില്ല ഒരു ചാനലും. കുറ്റം പറയുന്ന സമയത്ത് എത്ര പേരുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കുറ്റം പറയാൻ? അല്ല, അത് പറയാതെ പോകാൻ എന്താ അവിടെ സംഭവിച്ചത്? അവർക്കറിയാവോ? ഇല്ല. ആ ബൈക്ക് സ്കൂട്ടറിന് സ്പീഡ് ചെയ്തതിൻ്റെ കാര്യം അവർക്കറിയോ? ഇല്ല. മീഡിയയിൽ കള്ളത്തിനും പറഞ്ഞു കഴിഞ്ഞു. ഇൻ കേസ് ആ CCTV ഫുട്ടേജ് ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ഈ പ്രൂഫ് വരുന്നത് വരെയും മണിയമ്പിള്ള രാജുവിനായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആൾക്കാർ. അല്ല, അത് എനിക്ക് പറയാതെ പോകാൻ പറ്റില്ല. ഈ സിറ്റുവേഷനിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സിറ്റുവേഷനിൽ എനിക്ക് പറഞ്ഞേ പറ്റൂ. ട്രൈ ടു സീ. ഇപ്പോൾ ഞാൻ ഇത് പറയുമ്പോഴത്തേക്കും ഭയങ്കര പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ ഒരു കാര്യമായേക്കാം, പക്ഷേ ഇറ്റ് മേക്സ് സെൻസ് ടു മീ, സോ ഐ എം ഗോണ സേ ഇറ്റ്. ജെൻഡർ റിലേറ്റഡ് ഒരു കാര്യമാണ്, മെൻ ആൻഡ് വിമൻ. ഇപ്പോൾ ഒരു കോർട്ട് ബേസിസിൽ വെൻ ആൻ ആക്യൂസേഷൻ ഇസ് മെയ്ഡ്, ഓക്കെ, ഒരു ആൺ ഒരു പെണ്ണിനെ പറ്റി ഒരു കുറ്റം പറഞ്ഞാൽ അത് തെളിയിക്കുന്നവരെയും ആ വുമൺ ഇന്നസെൻ്റ് ആണ്. പക്ഷെ നെഗറ്റീവായിട്ട് തെളിഞ്ഞാൽ പിന്നെ ഗിൽറ്റിയാണ്. ഒരു പെണ്ണൊരാണിനെ പറ്റി ഒരു കുറ്റമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ആൺ അവിടെ ഗിൽറ്റി തന്നെ, ഇന്നസെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നവരെ. അതായത് ആണിൻ്റെ ഇന്നസെൻസ് തെളിയിക്കണം, പെണ്ണിന് പെണ്ണിൻ്റെ ഗിൽറ്റ് പ്രൂവ് ചെയ്യേണ്ടി വരും. വെൻ കേസ് ഇസ് ഗോയിങ് ഫ്രം എ ഗായ് ടു എ ഗേൾ കമ്പയർഡ് ടു എ ഗേൾ ടു എ ഗായ്. അതിനി ഒരു ജനറൽ സെൻസിൽ ഈ ക്രൗഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റിയെ സെലിബ്രിറ്റി ആൻഡ് അനദർ പേഴ്സൺ, ഒരു സെലിബ്രിറ്റിയെ കുറ്റം പറയാൻ ഈ ആൾക്കാർ ഭയങ്കര റെഡിയാണ്. സെലിബ്രിറ്റി ഇന്നസെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നവരെയും ഈ സ്ക്രൂട്ടണി, ഈ കുറ്റം എല്ലാം കേട്ടുകൊണ്ടിരിക്കണം. ദർ ഓൾസോ ഹ്യൂമൻ ബീങ്സ് ബൈ ദ വേ. പക്ഷേ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കണം. പിന്നെ തെളിഞ്ഞു കഴിഞ്ഞ് ഇതേ ആൾക്കാർ തന്നെ സോറി കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മറക്കുകയും ചെയ്യണം. ഹൗ ഇസ് ദാറ്റ് ഫെയർ? How are we expected to do that? Be kinder to people. അതായത് ഇപ്പോൾ ഇതേ സിറ്റുവേഷനിൽ അറിയാത്ത സ്ഥിതിക്ക് ശരി, കേസിൻ്റെ ഇത് വിധി വരട്ടെ, തെളിയട്ടെ, എന്താ നടന്നതെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് വെച്ചിട്ട് ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇത് വരുന്നതിന് മുന്നേ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഒരാളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്തിട്ട് ഹൗ ഡു ദേ എക്സ്പെക്ട് ദം ടു ബി നോർമൽ ആഫ്റ്റർ ദാറ്റ്? ഇത്രയേ ഉള്ളൂ എനിക്ക് ആ ഒരു കാര്യത്തിനെ പറ്റി പറയാൻ. അഗൈൻ ആ പയ്യന്മാർ പോയതിൻ്റെ ഫുട്ടേജ് കിട്ടിയോണ്ട് മനസ്സിലായി എന്ത് സ്പീഡിലാണ് വന്നത്. ആ വണ്ടി ഇറക്കുന്ന കണ്ടിട്ടും വെട്ടിച്ചെടുക്കാൻ നോക്കിയപ്പോൾ ഇടിച്ചതെന്ന് വളരെ എനിക്കിപ്പോഴും വീഡിയോ വീഡിയോ രാജേട്ടൻ ചവിട്ടി നിർത്തുന്നു, നോക്കുന്നു, അതേനെ എടുക്കുന്നു. ആ CCTV ഇല്ലായിരുന്നെങ്കിൽ രാജേട്ടൻ എവിടെ എത്തിയാണ്? ഇപ്പോൾ എൻ്റെ സിറ്റുവേഷനിൽ CCTV ഉള്ള സ്ഥലത്ത് പോയി ചോദിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത ദിവസം CCTV ഇല്ലായിരുന്നു അവിടെ. സോ ദാറ്റ്സ് ഓൾസോ പോസിബിൾ. മാനിപ്പുലേഷൻ ഈസ് വെരി പോസിബിൾ. പക്ഷേ അവിടെ ഉണ്ടായ കണ്ട ആൾക്കാരുടെ അടുത്ത്
again I might be going ചോദിക്കാനും ആളില്ലായിരുന്നു. ചോദിക്കാൻ ആളുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് പറയുവാണെങ്കിൽ ഐ വിൽ ബി സ്പീക്കിംഗ് അഗൈൻസ്റ്റ് ദ പോലീസ് വിച്ച് ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. ബിക്കോസ് ഒരുപാട് നല്ല പോലീസ് ഓഫീസേഴ്സ് ഏതാ, ഞാൻ ഓരോ ദിവസവും ഞാൻ എറണാകുളത്തായാലും തിരുവനന്തപുരത്തായാലും ഞാൻ നിൽക്കുന്ന 2 സ്ഥലം ഇതാണ്. ഓരോ ദിവസവും നല്ലോണം അവരുടെ സർവീസ് മര്യാദയ്ക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സിനെയും കാണുന്ന ആളാണ് ഞാൻ. ഇതേപോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എടുത്ത് ഈ നല്ല പോലീസുകാരെയും കുറ്റം പറയാൻ ആൾക്കാർ കാണും. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ബട്ട് ഈവൻ അതിൽ ഇൻവോൾവ് ആയ പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് അവർക്കറിയാം. ഞാൻ അതിന്റെ പേര് പോലും പറയുന്നില്ല. ആ സ്റ്റേഷനുള്ളിലുള്ള ആൾക്കാരും അറിയാം ഒരു പെർട്ടിക്കുലർ ഓഫീസർ എന്താണ് അവിടെ ചെയ്തതെന്ന്. ദാറ്റ് വാസ് ഡെഫിനറ്റ്ലി പൊളിറ്റിക്കൽ. ദാറ്റ് വാസ് നോട്ട് റിലേറ്റഡ് ടു ദി ഇഷ്യൂ. ബിക്കോസ് ഈവൻ ദ പേഴ്സൺ ഇൻവോൾവ്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് എടുത്ത് പറയുന്നില്ല, അദ്ദേഹവും ഹി ഡിഡ്ന്റ് ഹാവ് എൻ ഇഷ്യൂ ടുവേർഡ്സ് ദി എൻഡ്. നമ്മൾ രണ്ടുപേരും ശരി കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ലാസ്റ്റ് സംസാരിച്ചെത്തിയപ്പോൾ ഈ ഒരു പോലീസ് ഓഫീസറിനായിരുന്നു അവിടെ മീഡിയക്കാർ നിൽക്കുന്നത് അറിഞ്ഞ് എന്നെ ആ ജീപ്പിൽ കയറ്റണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് വോണ്ട് ഗോ ഫോർ എൻ ഇഷ്യൂ അഗൈൻസ്റ്റ് ദിസ്. ലൈക്ക് ഡസന്റ് മാറ്റർ ടു മീ. ഒരു 2 മാസം ആൾക്കാർ ഇതിനെ കുട്ടിഘോഷിച്ചു, കുറ്റം പറഞ്ഞു. ഡസന്റ് എഫക്ട് മൈ ലൈഫ്. മൈ ലൈഫ് ഇസ് മൂവിങ് ഓൺ. ദെയർ ലൈഫ് മൂവ്ഡ് ഓൺ. ആ പോലീസുകാരൻ്റെ ലൈഫ്, ഹിസ് ലൈഫ് മൂവ്ഡ് ഓൺ. നോ വൺ കെയർസ് അബൌട്ട് ദിസ്. ബട്ട് ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. ഹാസ് ഇറ്റ് ഹേർട്ട് മീ? യെസ്. എന്ത് വിയേർഡാണ് ഇവിടുത്തെ ആൾക്കാർ എന്ന് ആലോചിച്ച്, അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ആൾക്കാർ എന്ത് വിയേർഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ട്രൂത്ത് നിൽക്കേണ്ടടുത്ത് പൊളിറ്റിക്സ് ആണോ കൊണ്ടുവരുന്നത്? എസ്പെഷ്യലി ഫ്രം എ സിവിൽ സർവൻറ്റ്, റൈറ്റ്? പോലീസ് ഓഫീസർ who's supposed to serve the people. I am part of the people, by the way. Not just a BJP minister's son. I'm also part of the Indian population or the Kerala population. അത് കിട്ടിയിട്ടില്ല എനിക്ക് അവിടെ നിന്ന്. സോ വലിയ ഡീറ്റെയിൽ ഇതിന് ഒരു പരിധി കൂടുതൽ പ്രശ്നമോ അങ്ങനെ ഒന്നുമില്ല. ഇറ്റ്സ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. ബട്ട് അഗൈൻ മീഡിയയാണ് നാട്ടുകാരെ എല്ലാം അറിയിക്കുന്നത്. അവരെന്നെ പ്രസൻറ്റ് ചെയ്ത രീതി കാരണം ഇന്നും എൻ്റെ അടുത്ത് ആൾക്കാർ വന്ന് നീ എന്താണ് ആ വണ്ടിയിലിട്ട് അടിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അതിന് മുന്നേ ഉണ്ടായ സംഭവങ്ങൾ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഹൂ ലെയ്ഡ് ഹാൻഡ്സ് ഓൺ ഹൂ, എന്താ അവിടെ ഉണ്ടായത്, ഹൂ ലെയ്ഡ് ഹാൻഡ്സ് ഓൺ ഹൂസ് കാർ ഫസ്റ്റ്, ആൻഡ് ദെൻ ക്യാമറാസ് കം ഇൻ, ദെൻ സംതിങ് എൽസ് ഹാപ്പൻസ്. They know about that. ഈ ടോപ്പിക്കിൽ നിന്ന് മാറാം, അതല്ലേ നല്ല. അല്ല, അതിൽ സ്പൈറൽ ചെയ്തൊരു ടോപ്പിക്കിലേക്ക് മാറുവാണ്. പക്ഷേ മാധവ്, ഞാൻ ഒരു കാര്യം തുറന്നു പറയാണ്. താങ്കൾ എന്ന് പറയുന്ന വ്യക്തിയെ പച്ചയായ ഒരു മനുഷ്യനാണെന്ന് ആളുകൾക്ക് അറിയാൻ പറ്റിയിട്ടില്ലാത്തതിൻ്റെ തെറ്റുകളുണ്ട്. ഞാൻ പച്ചയായ മനുഷ്യൻ തന്നെയാണ് താങ്കളെ പറയുള്ളൂ. ഇത്രയും ഓപ്പണായിട്ട് സംസാരിച്ചു, ഞാൻ ഇത്രയും ഓപ്പണായിട്ട് നമ്മൾ സംസാരിച്ചു. നമ്മൾ സിനിമ ഇന്റർവ്യൂ ഇത്രയും ഓപ്പണായിട്ട് നമ്മൾ ഇതിന് മുന്നേ ഉള്ള ഇന്റർവ്യൂസിനും വേറെ ഗ്രൂപ്പ് ഇന്റർവ്യൂസ് അങ്ങനെ ഒരുപാട് ഒരു പേഴ്സണൽ ലെവലിൽ സംസാരിക്കാനും പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് ഇതിൽ മാധവ് എന്താണെന്ന് എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. നമ്മൾ ബന്ധപ്പെടാറുണ്ട്, കാണാറുണ്ട്, എവിടെ വെച്ച് കണ്ടാലും ചേട്ടാന്ന് വിളിക്കാതെ പോണ ഒരാളാണ്. അതെനിക്ക്, അത് അച്ഛനാണെങ്കിലും അലിന്ന് വിളിച്ചിട്ട് പോകുന്ന ഒരാളാണ്. ചേട്ടനാണെങ്കിലും നമ്മളെ കണ്ടാൽ ഒന്ന് ചിരിക്കാതെ പോകണം. പക്ഷെ എനിക്ക് ആ ബന്ധങ്ങളാണ്. സ്നേഹം കൊടുത്താലല്ല സ്നേഹം കിട്ടുള്ളൂ, അല്ലേ? Definitely. And ചേട്ടാ, like if you call me for an interview, I'd come. I will be there because I like your interviewing style. You're not trying to create ഒരു അജണ്ട ഒരാൾക്കെതിരെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നില്ല. സിനിമയെ പറ്റി സംസാരിക്കുക, എൻ്റെ അഭിപ്രായം ചോദിക്കുക. ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അത്രയും അറിയുള്ളൂ. ഒരാളുടെ അഭിപ്രായം അറിയുക, ഇൻ്റർവ്യൂറിന് അറിയേണ്ട കാര്യങ്ങൾ പ്രേക്ഷകരിലോട്ട് പകർത്തേണ്ട കാര്യങ്ങൾ അറിയിക്കുക. ഇതല്ലാതെ വേറെ അജണ്ട വെച്ച് വന്നിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ആരെയും പേരെടുത്ത് പറയുന്നില്ല. അങ്ങനെ ആൾക്കാരുണ്ടെന്ന് ചേട്ടനും അറിയാം. ചിലപ്പോൾ അവരുടെ ഇടയിൽ പെടാറുമുണ്ട്. അപ്പം എൻ്റെ റെസ്പോൺസും എല്ലാം കട്ട് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് എനിക്ക് തെറി കേൾക്കുന്ന രീതിയിലാക്കി പോസ്റ്റ് ചെയ്യും. സോ ഐ ഡോണ്ട്, ആസ് മച്ച് as I don't prefer being there, I also have to be there. ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും അവർക്കും ഇൻ്റർവ്യൂ കൊടുക്കേണ്ടി വരും. അടുത്ത നെക്സ്റ്റ് റൗണ്ട് എനിക്ക് തെറി കേൾക്കാനുള്ള, ട്രോള് കിട്ടാനുള്ള കണ്ടന്റ് അവർ നല്ല വൃത്തിയായിട്ട് ഇറക്കിയും തരും. അത് ചെയ്യത്തില്ല എന്ന് വിശ്വാസമുള്ള ചുരുക്കം സ്ഥലങ്ങളിൽ ഒരെണ്ണം ചേട്ടൻ്റെ ഇൻ്റർവ്യൂ തന്നെയാണ്. നമ്മൾ ചോദിക്കുന്നു, പറയുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ അതിനകത്ത് വേറെ ഒന്നും നമ്മൾ തയ്യാറെടുപ്പിലൊന്നും ഇരിക്കുന്നതല്ലാതെ എനിക്ക് സ്വയം വിശ്വാസമുണ്ട്. അത് ഉള്ളതുകൊണ്ടാണ്, മാധവന് വിശ്വാസമുള്ളതുകൊണ്ടാണ് വിളിച്ച ഉടൻ തന്നെ വരികയും നമ്മൾ ഇരിക്കുകയും. തീർച്ചയായിട്ടും ചേട്ടൻ, ഐ ക്യാൻ ഓൾസോ സ്പീക്ക് അബൌട്ട് ഡിഫിക്കൽട്ട് ടോപ്പിക്സ് ഓവർ ഹിയർ. കാര്യം ചേട്ടൻ ചോദിക്കുന്ന രീതിയും ചേട്ടൻ്റെ ഉദ്ദേശം എന്താണെന്നും വളരെ ക്ലിയർ ആണ്. ഐ ക്യാൻ ടോക്ക് അബൌട്ട് വെരി പേഴ്സണൽ തിങ്സ് ഓവർ ഹിയർ. പക്ഷേ വേറൊരു ഇൻ്റർവ്യൂവർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന രീതി അനുസരിച്ച് എൻ്റെ റിയാക്ഷൻ മാറും. ആ റിയാക്ഷൻ ആയിരിക്കും പ്രേക്ഷകൻ കാണുന്നത്. എസ്പെഷ്യലി അവരുടെ കച്ചിൽ ചോദ്യം വരുന്നത് ഇൻ ദ ബെസ്റ്റ് വേ പോസിബിൾ ആയിരിക്കും. നേരിട്ടുള്ള ചോദ്യം ചോദിക്കുന്ന സമയത്തും അവരുടെ ഫേഷ്യൽ റിയാക്ഷൻ ഒന്നും ആയിരിക്കില്ല. അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ആ കോൺവെർസേഷൻ്റെ എനർജി എങ്ങനെയാണ് പോകുന്നത്. സോ ഐ ട്രസ്റ്റ് യു, സോ ഐ എം ഹിയർ. ഈ സിനിമയിൽ എത്ര പാട്ടുകളുണ്ട്? ഈ സിനിമയിൽ 3 to 4 റൊമാൻസ് ഉണ്ടോ? എടുത്ത് കാണിച്ചിട്ടില്ല. സോ
ഇൻ അവർ സ്റ്റോറി ടെല്ലിംഗ് നമ്മൾ അങ്ങനെ ഒന്നും എസ്പെഷ്യലി സോ ഈ ക്യാരക്ടറിനെ പറ്റി എടുത്ത് പറയാനാണെങ്കിൽ ഐ ഹാവ് ടു ഗോ ഡീപ്പ് ഇൻ ടു ദ മൂവി. റൊമാൻസ് കാണിക്കുക എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ദ സംതിങ് ദാറ്റ് ഈ സംതിങ് ഫോഴ്സ് ഫീഡ് ചെയ്തിട്ടുമില്ല, എടുത്തൊരുപാട് കാണിച്ചിട്ടുമില്ല. ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞുള്ള പോസ്റ്റ് റിലീസ് ഇന്റർവ്യൂസിൽ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അതെനിക്ക് ഇന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. when if I can say that after the release, ഈ സിനിമയുടെ റിലീസ് കഴിഞ്ഞ ആൾക്കാർ ഇപ്പോൾ കണ്ടതിന് ശേഷം എനിക്ക് പറയാൻ പറ്റിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടും. ഈ ലവ് ട്രാക്ക് ഉണ്ടോ എന്ന് അതിനൊരു സെൻസ് ഉണ്ടാക്കുന്ന ഉത്തരം എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ആ സിനിമ ഇറങ്ങണം. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ സിനിമയുടെ ഒരു ഓട്ടം, ഒരു കോണ്ടന്റ് എന്ന് പറയുന്ന ഒരു പകയാണ് അല്ലേ, ഒരു ചോര കൊണ്ടുള്ള പകയാണ്. അത് കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ട്രിവാൻഡ്രത്ത് നടന്ന സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഈ ഡയറക്ടർ വന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഉണ്ടായ സംഭവമായിട്ട് അതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? അതിപ്പോ സുജിത്തേട്ടൻ എന്ന ഡയറക്ടർ, ഇത് അദ്ദേഹത്തിന്റെ 4th or 5th ഫിലിമാണ്. അതെ. അപ്പൊ അദ്ദേഹവും ആസ് an actor I haven't made a big mark in the industry. As a director he hasn't made a huge mark in the industry. അദ്ദേഹം എൻ്റെ അടുത്ത് ഈ കഥ ഫസ്റ്റ് പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും we read the script and we had a conversation. ആ കോൺവെർസേഷന് ശേഷം നടന്ന 6 മാസത്തിലാണ് he proved his caliber as a man, as a director and as basically a brain. ആ ബുദ്ധി ഉപയോഗിക്കാനുള്ള കേപ്പബിലിറ്റി കാണിച്ചത് ആ ഒരു 6 monthsലായിരുന്നു. He turned that script into something else. It was very impressive. അത്രയും ആ ചേഞ്ച് ആണ് ഞാൻ കാണുന്നത്. അതായത് ഉടനെ അത് അടുത്ത ബാഹുബലിയുടെ 3rd part ആയെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ലൈക്ക് ഇറ്റ് ബിക്കെയിം ദാറ്റ് മച്ച് മോർ സോളിഡ് ആസ് എ സ്ക്രിപ്റ്റ്. അതിൽ അദ്ദേഹത്തിന്റെ സ്കില്ല് തെളിയിച്ചു. ഐ ട്രസ്റ്റഡ് ഹിം ആസ് എ ഡയറക്ടർ. ഐ ലെറ്റ് ഹിം കൺട്രോൾ വാട്ട് ഐ വാസ് ഡൂയിങ് ഓൺ സെറ്റ്. ഞാൻ ഡിസ്കഷൻ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ഡൗട്ട് തോന്നിയാൽ ഹി ലെറ്റ് മീ വർക്ക് വിത്തിൻ മൈ സ്പേസ് as well. സുഹൃത്തായിട്ടും സെറ്റ് ചെയ്ത മോൾഡിൽ എനിക്ക് എൻ്റെ സ്പേസ് കണ്ടുപിടിക്കാൻ പറ്റി. നമുക്ക് സിങ്ക് ഉണ്ടായിരുന്നു ആസ് എൻ ആക്ടർ ഡയറക്ടർ. അപ്പം അത്യാവശ്യം നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ആക്ഷൻ ഓറിയൻറ്റഡ്, എനിക്ക് ഒരുപാട് ഈ പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞു പോകാൻ പറ്റത്തില്ല. ദാറ്റ്സ് വൺ മോർ തിങ്. ഇത്തരം കഥകൾ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ, അല്ലെ? ഇത്തരം കഥകൾ നടന്ന സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ ഒരുപാട് ഫോഴ്സ് ഫീഡ് ചെയ്തിട്ടില്ല. ദീസ് ആർ വെരി ഓബ്വിയസ് തിങ്സ്. ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ഗുണ്ടായിസം, അതായത് ട്രിവാൻഡ്രത്ത് മാത്രമല്ല എല്ലാ കാര്യങ്ങളാണ്. അപ്പൊ ബേസിക്കലി ഗുണ്ടായിസം എന്താന്നുള്ള കാര്യങ്ങളും നമ്മൾ ഫോഴ്സ് ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല അവിടെ. ഈ ഒരു പയ്യന്റെ കഥയിൽ എങ്ങനെ ഈ ഗുണ്ടായിസം ഇൻവോൾവ് ആവുമ്പോ, ഈ കുമ്മാട്ടിക്കളെ കഴിഞ്ഞതിന് ശേഷം ഗുണ്ടാന്നൊരു വാക്ക് എന്നെ വിട്ടുപോകത്തില്ല. എവിടെ പോയാലും അത് ഗംഭീരമായി പോട്ടോ. അത് പെട്ടെന്ന് ആലോചിച്ച് പറഞ്ഞു വന്നപ്പോഴത്തേക്കും ബട്ട് ലൈക്ക് ഈ ഗുണ്ടകളുടെ കഥ, നമ്മൾ അവരുടെ ജീവിതം എങ്ങനെയാണ്, എങ്ങനെ ഒരാൾ ഗുണ്ടായിസത്തിൽ പോയി പെടുന്നു, ഈ ഒരു ലൈനാണ് ബേസിക്കലി സിനിമ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇതിലെന്താ ഡിഫറെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പേഴ്സൺ ലൈക്ക് ദിസ് ഇൻഡിവിജ്വൽ, ദാറ്റ്സ് മൈ ക്യാരക്ടർ, അജയ് എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയുള്ളൊരു പയ്യനായിരുന്നു ഈ ഒരു ലൈനിലോട്ട് എത്തുന്നത്. നമ്മള് യാത്ര കാണിക്കുകയാണ്. ആ യാത്രയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോഴ്സ് ഫീഡ് ചെയ്തിട്ടില്ല. പ്രേക്ഷകനെ ഒരുപാട് ചിന്തിപ്പിക്കാൻ പോകുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ദേ ഗോണ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് സർട്ടൻ തിങ്സ് ഫ്രം വാച്ചിങ് ദ ഫിലിം. ഓരോ ഫസ്റ്റ് 20 minutes കാണുമ്പോഴത്തേക്കും ആ ഒരു ക്യാരക്ടറിന്റെ കണക്ട് എന്തായിരിക്കും എന്ന് പ്രേക്ഷകനെ കണ്ട് മനസ്സിലാക്കാനുള്ളത് അവിടെ ഉണ്ട്. ബട്ട് ഇഫ് ദേ വെരി ഡിസ്ട്രാക്ട്, അല്ലെങ്കിൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ഇവന്റെ എന്തായിരിക്കും കാണിക്കാൻ പോകുന്നത് എന്ന് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ദേ നോട്ട് ഗോണ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ഫിലിം ഇസ് അബൌട്ട്. ആദ്യത്തെ ഒരു 30-45 minutes ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, എന്തൊക്കെ ആയിരുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അവിടെ കാണിക്കും. ഐ ഫീൽ ലൈക്ക് പോസ്റ്റ് ദാറ്റ് 40-minute സ്റ്റേജ് ദിസ് മൂവി ഈസ് ഗോണ എന്റർടൈൻ. നല്ല എന്റർടൈനിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഞാൻ എൻ്റെ ഇതിന് മുന്നേ ഉള്ള 2 സിനിമയും കണ്ടിട്ടുള്ള ആളാണ്. എൻ്റെ അഭിപ്രായം അതേപോലെ ഓണസ്റ്റ് ആയിട്ട് ആ സിനിമയെ പറ്റി പറഞ്ഞിട്ടുള്ള ആളാണ്. ഐ ഹോപ്പ് യു റിമെമ്പർ മൈ ഇന്റർവ്യൂ ഫോർ കുമ്മാട്ടിക്കളി. ഞാൻ ഒരു അഭിപ്രായവും സിനിമയെ പറ്റി പറഞ്ഞിട്ടില്ല. കാര്യം ഞാൻ ആ സിനിമ കാണുന്നത് ഫസ്റ്റ് ഇറങ്ങുന്ന സമയത്ത്, ഡബ് ചെയ്ത സമയത്ത് ഞാൻ വളരെ ഷോർട്ട് സീക്വൻസ് ആയിട്ട് വെച്ച ആ പോർഷൻ മാത്രമാണ് ഞാൻ ഡബ് ചെയ്തത്. ഡബിലുണ്ടായ കഥകൾ വേറെ. ബട്ട് അഗൈൻ അത് again I don't want to blame anyone. There's a part of me to blame as well. പക്ഷെ it's not me alone. I know what happened over there. പക്ഷെ ഞാൻ അത് പറഞ്ഞാൽ മനസ്സിലാക്കണമെന്നില്ല. It's okay. For this movie, സോറി ടോപ്പിക് വിട്ടു. നമ്മൾ ഞാൻ ഈ സിനിമയിലെ ആ ഗുണ്ടാപ്പകയെ കുറിച്ചാണ്. ഗുണ്ടാപ്പക, സോറി. നമ്മുടെ ഞാനും വീണ്ടും ഗുണ്ടയിലേക്ക് എത്തി കേട്ടോ. ഇത്
ആ യാത്രയിലൂടെ കാണിക്കുന്നത് ഈ പയ്യന്റെ ജീവിതത്തിലോട്ട് എങ്ങനെ ഇത് കയറി വരുന്നു, ആ പയ്യന്റെ ജീവിതത്തിൽ ഈ പോകുന്ന ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് കാണാനുള്ള മനസ്സിലാക്കാനുള്ളത് അവിടെ ഉണ്ട്. My one request to the viewers is don't observe me in this film. Watch the film and observe me as a part of this film. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നേരത്തെ പറഞ്ഞു യാത്രയുടെ കാര്യം പറഞ്ഞു, ഷൈ ആണ് ഞാൻ എന്ന് പറഞ്ഞു. പഠിക്കുന്ന കാലത്തും സ്കൂൾ കോളേജ് ജീവിത കാലത്തും ഒന്നിനും ഫ്രണ്ടിൽ നിൽക്കാറില്ലായിരുന്നു. I was always a backbencher. ഞാൻ അങ്ങനെ ഫ്രണ്ടിൽ എന്നെ പിടിച്ചിരുത്തുന്ന കൂട്ടം പിള്ളേർ, ഒരു 5-6 പിള്ളേരിൽ ഒരാളായിരുന്നു. അതായത് ടീച്ചേഴ്സ് പിടിച്ചിരുത്തുന്ന, ബാക്കിലിരുന്ന് എന്തെങ്കിലും കൂട്ടുകാരായിട്ടുള്ള എനർജി വരുമ്പോഴത്തേക്കും once I'm comfortable in an environment, it's different. ഞാൻ ഏലിയൻ ആയിട്ട് പോകുന്ന ഒരു എൻവയൺമെന്റിൽ, എനിക്ക് പരിചയമില്ലാത്തൊരു എൻവയൺമെന്റിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഞാൻ ഐസൊലേറ്റഡ് ആകും. അങ്ങനെ എൻ്റെ പ്രകൃതം അങ്ങനെ, ഐ എം ലൈക്ക് ദാറ്റ്. അവിടെ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ അവർക്ക് വേറെ ആൾക്കാരെ പരിചയം ഉണ്ടായി, അങ്ങനെ പോയി പരിചയപ്പെട്ടാകുമ്പോൾ then I get comfortable in that circle. I have always been like that. പക്ഷേ അതെപ്പോഴും ഈ കരിയർ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും അത് നടക്കത്തില്ലെന്ന് പറയാം. ഐ കനോട്ട് ഓൾവേസ് ബി ഇൻ മൈ കംഫർട്ട് സോൺ. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടി വരും. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ കണ്ടുവിടും. സ്കൂളിൽ ഐ വാസ് വൺ ഓഫ് ദ നോട്ടി കിഡ്സ്, പക്ഷേ ദാറ്റ്സ് ബിക്കോസ് ഐ വാസ് ഇൻ മൈ കംഫർട്ട് സോൺ. ഞാൻ 1st തൊട്ട് 10th വരെ പഠിച്ച ഒരു സ്കൂളിലാണ്. സോ ആ സ്കൂളിലെ എല്ലാവരും ടീച്ചേഴ്സിനായാലും എനിക്ക് അത്യാവശ്യം അറിയാം. എനിക്കൊരു വീട് പോലെ ആയിരുന്നു, ഒരു കംഫർട്ട് സോൺ ആയിരുന്നു അത്. സോ അതായത് കോളേജ് ലൈഫ്, കോളേജ് ഐ വാസ് ഇൻ ദ UK. ഞാൻ ഫൗണ്ടേഷൻ ഡിഗ്രി ചെയ്തിട്ട് ഞാൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ലണ്ടനിലായിരുന്നു എടുത്തത്. ഐ വാസ് ബാക്ക് ഹിയർ ഇൻ 2021. 2022 ഞാൻ സിനിമയിൽ കയറുന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകട്ടെ, നല്ല നല്ല സിനിമയുടെ ഭാഗമാകട്ടെ. ഈ സിനിമ വിജയിക്കട്ടെ, അത് ഹിറ്റുകളിലേക്ക് വരട്ടെ. പ്രേക്ഷകരിലേക്കാണ് വിധി എഴുതുന്നത് നമ്മൾ, പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നു, നമ്മൾ സന്തോഷവാനാണ്. ആ ഒരു യാത്രയിൽ എന്താവശ്യമുണ്ടെങ്കിലും, ആ സിനിമാ സംബന്ധമായ യാത്രയിൽ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാം. പേഴ്സണൽ ലൈഫിൽ എന്ന് എന്നെ വേണമെന്ന് പറഞ്ഞാലും അപ്പോഴും വിളിക്കാം, കൂടെ ഉണ്ടാകും. ഡെഫിനറ്റ്ലി. എനിക്ക് പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത്, പറയണം, ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് പ്ലീസ് ഡോണ്ട് വാച്ച് ദിസ് ഇസ് മൈ ഫിലിം. ഇതിൽ വർക്ക് ചെയ്ത വേറെ ആർട്ടിസ്റ്റിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഇട്ട വേറെ കുറേ ആൾക്കാരുണ്ട്. ഇത് അവരുടെയും കൂടെ സിനിമയാണ്. വാച്ച് ഇറ്റ്, സ്പീക്ക് അബൌട്ട് ദിസ് ഫിലിം ആൻഡ് കമൻറ്റ് ഓൺ ദിസ് ഫിലിം. ഓണസ്റ്റ് ആയിട്ട് പറയുക അഭിപ്രായങ്ങൾ, അല്ലാതെ എൻ്റെയോ എൻ്റെ അച്ഛൻ്റെയോ രാഷ്ട്രീയം വെച്ച് എൻ്റെ പോസ്റ്റിൽ കയറി ഒരു സിനിമയുടെ ഇൻറ്റഗ്രിറ്റി കൊണ്ട് കളയരുത് പ്ലീസ്. കൃത്യമായ ഒരു വാക്കാണ്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛന് രാഷ്ട്രീയമുണ്ട്, സുരേഷ് ചേട്ടൻ നമുക്കറിയാം രാഷ്ട്രീയക്കാരനാണ്. ആ പേരിൽ, അല്ലെങ്കിൽ മാധവൻ്റെ പേരിൽ പറഞ്ഞ് ആ സിനിമയെ ഇല്ലാതാക്കരുതെന്ന് ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയോടുള്ള ഇഷ്ടമാണ്, പ്രിയമാണ്. അത് പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കുക. ഒത്തിരി സന്തോഷം. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്.